പ്രൈസ് ദി ലോർഡ്. വലിയവനായ കർത്താവിൻ്റെ തിരുനാമത്തിന് മഹത്വം. ബ്ലസ് കോറോണം എന്ന പേരിലൂടെ നടക്കുന്ന ഈ ആത്മീയ സമ്മേളനത്തിൽ വലിയവനായ എനിക്കും വരേണ്ടതിന്, വചനം പ്രസംഗിക്കേണ്ടതിന് ഒരവസരം ആമുഖമായി ഇന്ന് ഇങ്ങനെ കിട്ടിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയും ദൈവജന ശുശ്രൂഷ ഇവിടെ ഉണ്ടല്ലോ. ഈ യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ച ബഹുമാന്യ കർത്തൃദാസന്മാർക്ക് നന്ദി. ബ്രദർ നിക്സൺ, ഷമി പാസ്റ്റർ, ഇന്നത്തെ യോഗ നടപടികൾ നിയന്ത്രിക്കുന്ന പാസ്റ്റർ ബാലു, നിയന്ത്രിക്കുന്ന വിവിധ സഹോദരി സഹോദരന്മാർ, കർത്തൃദാസന്മാർ, വിശേഷിച്ച് എനിക്കൊപ്പം ദീർഘദൂരം യാത്ര ചെയ്ത് ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ വിനോദ് കുമാർ, ബാക്കി അവശേഷിക്കുന്ന ദൈവത്തിന്മാർ, പാട്ടുപാടുന്ന സഹോദരങ്ങൾ, എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എനിക്കുള്ള സ്നേഹവന്ദനം. വളരെ വേഗം വചനധ്യാനത്തിലേക്ക് പ്രവേശിക്കേണ്ടതിനായി ഒരു വാക്യം വായിക്കേണ്ടതിന് ഞാൻ അപേക്ഷിക്കുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് കടക്കാം. എബ്രായർ 11-23 മുതൽ 26 വരെ. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കിൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. വായിച്ചിരിക്കുന്ന അനുഗ്രഹീത വചനത്തിലൂടെ അതിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ആത്മീയ ചിന്തകളുടെ ആഴങ്ങളിലൂടെ ഒരുമിച്ച് കടന്നു പോകേണ്ടതുണ്ട്. എബ്രായർക്കെഴുതിയ ലേഖനത്തിലെ ഒരനുഗ്രഹീത ഭാഗമാണ് നമ്മൾ വായിച്ചത്. അതിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്: വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന് മാതാപിതാക്കൾ കണ്ടു. 3 മാസം ഫറവോന്റെ കൽപ്പന ഭയപ്പെടാതെ അവർ അവനെ ഒളിപ്പിച്ചു. മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടം സഹിക്കുന്നത് തിരഞ്ഞെടുത്തു. ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹം നിരസിച്ചു. മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന ധനം എന്ന് എണ്ണി. ഈ സംഭവങ്ങളൊന്നും പുതിയ നിയമത്തിലുള്ളതല്ല. ഈ സംഭവങ്ങളെ അക്ഷരാർത്ഥത്തിൽ തൂക്കിയെടുത്താൽ പുതിയ നിയമ കാഴ്ചപ്പാടുകളുമായി അവയ്ക്ക് ബന്ധമുണ്ടോ എന്ന് പ്രഥമ ദൃഷ്ടി ആശങ്കപ്പെടും. 2500 കൊല്ലങ്ങൾക്ക് മുമ്പാണ് യേശുവിനും 2500 കൊല്ലങ്ങൾക്കപ്പുറത്താണ് മോശ ജീവിച്ചിരുന്നത്. ക്രിസ്തുവിന് 2500 ആണ്ടുകൾക്കപ്പുറത്ത് ജീവിച്ചിരുന്ന മോശയ്ക്ക് എങ്ങനെയാണ് യേശുവിന്റെ നിന്ന ചുമക്കാൻ പറ്റുക? യേശു കർത്താവിന് മുമ്പാണല്ലോ മോശയുടെ കാലം. എന്നാൽ ഈ മിസ്രയീമ്യരുടെ നിക്ഷേപം അതിനേക്കാൾ ശക്തിമത്തായ യേശുവിന്റെ നിന്ന എന്താണ്? ഇത്തരം ചില വസ്തുതകളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഈ വചനത്തിന്റെ ആഴത്തിലേക്ക് നമ്മൾ കടക്കും മുമ്പ് ആദ്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ മിസ്രയീം എന്ന ഈജിപ്റ്റ് എന്ന സ്ഥലത്തേക്ക് ക്ഷണിക്കുകയാണ്. ഇംഗ്ലീഷിൽ ഈജിപ്റ്റ് എന്നും മലയാളം ബൈബിളിൽ മിസ്രയീം എന്നും പറയുന്നതായ സ്ഥലം. ഈജിപ്തിനൊരു പ്രത്യേകതയുണ്ട്, ലോകത്തിലെ മറ്റൊരു രാജ്യത്തിനും ഇല്ലാത്ത പ്രത്യേകത. അത് 3 കോണ്ടിനെന്റുകളുടെ, അഥവാ 3 ഭൂഖണ്ഡങ്ങളുടെ 3 വൻകരകളുടെ അതിരാണ് ഈജിപ്റ്റ്. ഈജിപ്തിന്റെ ഒരതിര് അത് യൂറോപ്പാണ്, മറ്റൊരതിര് ഏഷ്യയാണ്. ഈജിപ്ത് ഉൾപ്പെട്ടിരിക്കുന്നത് ആഫ്രിക്കയിലാണ്. അങ്ങനെ ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ് 3 വൻകരകളുടെ അതിര് പങ്കിടുന്ന ലോകത്തിലെ ഒരു രാജ്യം എന്ന നിലയിൽ ഈജിപ്റ്റ് പ്രധാനപ്പെട്ടതാണ്. ആ ഈജിപ്റ്റ് ചരിത്രപ്രസിദ്ധമായ അനവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചെന്നാണ്. ആ സ്ഥലം വിട്ട് മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത കനാനിൽ പ്രവേശിക്കാൻ
40 ആണ്ടുകൾ വിട്ടുവന്നു. ആ 40 ആണ്ടുകൾക്കപ്പുറത്ത് ഇസ്രായേൽ മക്കൾ അവിടെ 430 പരം വർഷം, ഏതാണ്ട് 4.5 നൂറ്റാണ്ടുകൾ അടിമത്തം അനുഭവിച്ചു പോന്നു. അടിമത്തം അനുഭവിച്ചു പോകുന്ന അവരെ കാട്ടി മിസ്രയീമിലെ നിക്ഷേപങ്ങളിരുന്നു. മിസ്രയീമിലെ വിലപിടിപ്പുള്ള നന്മകൾ പലതും കരുതി വെച്ച് അതിലേക്ക് ക്ഷണിച്ചിട്ടും ജനനായകനായ മോശ അത് സ്വീകരിക്കാതെ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. ഇതാണല്ലോ നമ്മൾ വായിച്ചത്. ഈജിപ്തിനെ കുറിച്ച് 1-2 അറിവുകൾ കൂടി ഞാൻ പറയുന്നത് യുദ്ധം എന്ന് കരുതുന്നു. ഞാൻ പറഞ്ഞു വെച്ചതാണ് ഈജിപ്റ്റ് ഉത്തരാഫ്രിക്കൻ രാജ്യം. അതിൻ്റെ ഒരതിര് ഏഷ്യ വൻകരയാണ്, അടുത്ത അതിര് യൂറോപ്പാണ്. ഇവിടെ ഏറ്റവും പ്രസിദ്ധമായ കാര്യം, പ്രധാനപ്പെട്ട കാര്യം, ചെങ്കടലാണ് ഈജിപ്തിൻ്റെ ഒരു അതിര്. ഈജിപ്തിലൂടെയുള്ള സുശക്തമായ ഒരേ ഒരു ഒഴുക്ക് അത് നൈൽ നദിയാണ്. നൈൽ നദി ലോകത്തിലെ തന്നെ ഏറ്റവും ജലസമൃദ്ധമായതും നീളമുള്ളതുമായ നദിയാണ്. ജലസമൃദ്ധമായ നീളമുള്ള ഈ നദി, നൈൽ നദി എന്നറിയപ്പെടുന്ന ഈ നദി വറ്റിയാൽ ഈജിപ്തിലെ സാമാന്യ ജനങ്ങളുടെ ജീവിതം നിരാശപൂർണമാകും. ഈജിപ്തിനെ നിലനിർത്തുന്നത് നൈൽ നദിയാണ്. അതുകൊണ്ട് ഈജിപ്തിലെ നൈൽ നദി ഈജിപ്തുകാർക്ക് ദേവനാണ്. ദേവനായി അവർ നൈൽ നദിയെ പൂജിച്ചു വന്നു. ദേവനായി നൈൽ നദിയെ പൂജിച്ചു വന്നവർക്കിടയിൽ നിന്ന് ഒരു മനുഷ്യനെ ദൈവം വേർതിരിച്ചു, പേര് മോശ. അവർക്കിടയിൽ നിന്ന് മോശയെ തിരഞ്ഞെടുത്തു. പക്ഷെ മോശ അതിനു മുമ്പും സത്യദൈവത്തെ അറിയുന്ന ഒരു കുലത്തിൽ പിറന്നവനായിരുന്നു. 4.5 പതിറ്റാണ്ടുകൾ കൊണ്ട് മോശയുടെ ജനത്തിന്റെ മാനസികാവസ്ഥയ്ക്ക് മാറ്റമുണ്ടായി കാണാം. പക്ഷെ അപ്പോഴും അപ്പനമ്മമാർ കരുതി വെച്ച ദൈവസ്നേഹത്തിൻ്റെയും സത്യദൈവത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ജ്വാല ആ ഹൃദയത്തിൽ നിന്ന് കെട്ടുപോയില്ല. അതുകൊണ്ട് അദ്ദേഹം എങ്ങനെയാണ് ഈ നിന്ന ചുമന്നത്? എനിക്ക് തോന്നുന്നു അത് മാത്രം പറയാനേ ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ അവസരമുണ്ടാകും. നിങ്ങൾ ഏകാഗ്രതയും സമർപ്പണവും ഈ വിഷയത്തിൽ തരുന്നില്ലെങ്കിൽ ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല. ഗഹനമായ ചില വസ്തുതകളിലൂടെയാണ് നാം ഒരുമിച്ച് കടന്നു പോകുന്നത്. സന്തോഷമുണ്ടല്ലോ നിങ്ങൾക്കൾക്ക്? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് ഈജിപ്തിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, പറയാമല്ലോ. നൈൽ നദിയെ പ്രധാന ദേവനായി കാണുന്ന മിസ്രയീമ്യർ നൈൽ നദിയേക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊരു ദേവനുണ്ടായിരുന്നു. അത് സൂര്യനായിരുന്നു. നൈൽ നദി കാണപ്പെട്ട ഭൂമിയിലെ ദേവനും സൂര്യനെ അദൃശ്യമണ്ഡലത്തിൽ നിന്ന് തന്റെ കിരണമയച്ച് ഭൂമിയെ പ്രകാശിപ്പിക്കുന്ന ആത്യന്തിക ദൈവവുമായിരുന്നു ഈജിപ്ഷ്യർക്ക്. സൂര്യൻ എന്ന പരമപ്രധാന ദേവനും നൈൽ നദിക്കുമിടയിൽ 2300 പരം ഇതര ദേവസങ്കല്പങ്ങളെ ഈജിപ്തുകാർ ദൈവമായി കണ്ടു. 2300 ദേവഗണങ്ങളും സൂര്യനും നൈലും ചന്ദ്രനും ഭൂമിയും ചരാചരങ്ങളും ഇളകി വണിഞ്ഞൊഴുകുന്ന നദിയും ഈ പ്രകൃതിയെല്ലാം തന്നെ ഈജിപ്ഷ്യർക്ക് ദൈവസങ്കല്പങ്ങളായിരുന്നു. ഭക്ഷ്യവസ്തുക്കളെ അവർ പൂജിച്ചു, മൃഗങ്ങളെ അവർ പൂജിച്ചു. നായ്ക്കളും പൂച്ചയുമൊക്കെ ഈജിപ്ഷ്യർക്ക് ദേവനായിരുന്നു. പറന്നുപോകുന്ന ഈച്ചകളെ അവർ ദൈവസാന്നിധ്യമായി കണ്ട് ബഹുമാനിച്ചു. ചുരുക്കത്തിൽ ഈജിപ്തുകാർ സവിശേഷമായ ഒരു മതവിശ്വാസത്തിന്റെ ഉടമകൾ. ഇവർക്ക് ഇത് കൂടാതുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാം. ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ചിലവേറിയ ശവമടക്ക് ഈജിപ്ഷ്യരുടേതായിരുന്നു, അഥവാ മിസ്രയീമ്യരുടേതായിരുന്നു. നൈൽ നദിയും സൂര്യദേവനും കൂടാതെ 2300 ദേവഗണങ്ങളും കൂടാതെ മരിച്ചുപോയവന്റെ ആ പ്രേതത്തെ, പരേതാത്മാവിനെ, പിശാചുക്കളെ അവർ ദൈവമായി കണ്ടു. മരിച്ചവനോട് പ്രാർത്ഥിക്കുന്നതിലും മരിച്ചവനെ പൂജിക്കുന്നതിലും അവർ പ്രാധാന്യം കണ്ടെത്തി. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ മരിച്ചാൽ ഏറ്റവും ചിലവേറിയ ശവമടക്ക് ഈജിപ്ഷ്യരുടേതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു.
ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കെ ചെയ്യുന്നതിനേക്കാൾ അധികം പണം മുടക്കി ഈജിപ്തുകാർ മരിച്ചവനെ സംസ്കരിച്ചു. ജീവിച്ചിരിക്കെ ഒരു മനുഷ്യന് കൊടുക്കുന്നതിനേക്കാൾ അധികം ആദരവ് മരിച്ചവന് അവർ നൽകി. ഞാൻ അതുകൂടി അത് ബോധ്യപ്പെടുത്തിയാൽ, ഒരു സാധാരണക്കാരൻ മരിച്ചാൽ ഈജിപ്തുകാർ എങ്ങനെ ശവമടക്കും എന്ന് ഞാൻ പറയാം. ഒരു സാധാരണക്കാരന്റെ മരണം. ഈജിപ്തിലെ ഒരു ദരിദ്രൻ, സാധാരണക്കാരൻ മരിച്ചാൽ അദ്ദേഹത്തെ കാണാനെത്തുന്ന ആളുകളൊക്കെ പൊൻപണങ്ങളും വെള്ളി നാണയങ്ങളും അന്ന് കൊണ്ടുവരണം. ഉണക്കിയെടുത്ത പഴങ്ങൾ സംസ്കരിച്ച് അന്ന് കാണികൾ കൊണ്ടുവരണം. വിലപിടിപ്പുള്ള പട്ടുവസ്ത്രങ്ങൾ അന്ന് കൊണ്ടുവരണം. ഈ മനുഷ്യൻ അനുഷ്ഠിച്ച തൊഴിലെന്തോ അത് നെയ്ത്തുകാരനെങ്കിൽ നെയ്യാൻ ഉപയോഗിച്ച തറികൾ, അത്തരത്തിലുള്ള രൂപങ്ങൾ അവർ കൊണ്ടുവരണം. അയാൾ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട തൊഴിലാളിയെങ്കിൽ സ്വർണ്ണ ചൂണ്ടകളും വെള്ളി ചൂണ്ടകളും ഒക്കെ കൊണ്ടുവരും ആളുകൾ. ഇതെല്ലാം പരേതന്റെ ശവത്തോട് ചേർത്ത് അടുത്തു വെക്കും. തിരിച്ചെടുക്കാനാവില്ല. വെള്ളിപ്പാത്രങ്ങൾ, ചൂണ്ടകൾ, മുൾക്കൊളുത്തുകൾ, നെയ്ത്തുപകരണങ്ങൾ, ജോലിയുമായി ബന്ധപ്പെട്ട് തനിക്കുണ്ടായിരുന്ന ഭൗതിക സാധന സാമഗ്രികൾ കാണികൾ അന്ന് മൃതദേഹത്തിൽ വെക്കാൻ ഇവയൊക്കെ കൊണ്ടുവരും, അടുത്തെടുത്ത് കൊണ്ടുവെക്കും. ഈ ശവമടക്കുന്നത് വീടിന്റെ ഉള്ളിലായിരിക്കും. വീടിന്റെ ഉള്ളിലെ ശവമടക്ക് എന്ന് കേട്ടപ്പോൾ ആളുകൾക്കൊരു അത്ഭുതം. അതെങ്ങനെ അറിയുക? കുഴിയെടുത്തല്ല ഈജിപ്തുകാർ ശവം സംസ്കരിക്കുക. വിലപിടിപ്പുള്ളൊരു കട്ടിൽ വീട്ടുകാർ അതിനു മുമ്പേ കരുതി വെച്ചിരിക്കണം. വീട്ടിൽ ഈ കട്ടിലേക്ക് പരേതന്റെ ശരീരം ഇറക്കി കിടത്തും. അതിനു ചുറ്റും ഒരു പടുകുട്ടൻ കല്ലറ മുകളിലേക്ക് കെട്ടിപ്പൊക്കും. അതിനു ചുറ്റും ഇരുന്ന് പാട്ടുപാടും. ഈ കല്ലറയ്ക്കുള്ളിൽ പരേതന് ഉപയോഗിച്ച സകല വസ്തുക്കളും കൊണ്ടുവന്ന് നോക്കും. പരേതനോടുള്ള സ്നേഹം നിമിത്തം വേണമെങ്കിൽ ഭാര്യയ്ക്ക് ആത്മഹത്യ ചെയ്യാം. അവരെ കൂടി ഈ കല്ലറയിൽ സംസ്കരിക്കും. പരേതനെ ഇഷ്ടപ്പെടുന്ന മകൾക്കോ മകനോ മരിക്കാം. അവരെയും ഈ കല്ലറയിൽ വെക്കും. കേട്ടപ്പോഴേ വീതി വരുന്നു. ഈജിപ്തിൽ ജനിക്കാഞ്ഞത് ഒരു ഭാഗ്യമല്ലേ? അത് വലിയൊരു ഭാഗ്യം. സാധാരണക്കാരന്റെ മരണമാണ് ഞാൻ പറയുക. ഇതിൽ പുതുമയില്ല. പണ്ട് നമ്മുടെ നാട്ടിൽ സതി എന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ. ആ സതിയെ അനുസ്മരിപ്പിക്കും വിധം സ്ത്രീകളെ കൂടി കൊന്ന് കൂടെ സംസ്കരിക്കുന്ന പതിവുണ്ടായിരുന്നു പണ്ട്. അത് സാധാരണക്കാരന്റെ മരണം. എങ്കിലും സാധാരണക്കാർ മരണത്തെ ഭയപ്പെട്ടു. ഭയപ്പെടാൻ കാരണം മരിച്ചു പോയല്ലോ നോത്തല്ല, അന്ന് ചിലവിടേണ്ട പണം നിമിത്തം ആളുകൾ ആരെ വിഷമിച്ചു. നമ്മുടെ നാട്ടിൽ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി വീട്ടിലുണ്ടെങ്കിൽ നമുക്കല്പം വിഷമമുണ്ട്. അവളുടെ കല്യാണം, പണം ഉണ്ടാകണം. എന്നാൽ ഈജിപ്തിൽ പ്രായമുള്ള അപ്പച്ചനോ അമ്മച്ചോ വീട്ടിലുണ്ടെങ്കിൽ വീട്ടുകാർക്ക് പേടിയാണ്. എപ്പോഴും പണി കിട്ടാം. എപ്പോഴാണ് പണി വരുന്നതെന്ന് അറിയില്ല. അപ്പച്ചാ ചതിക്കരുത്. അങ്ങനെ ഈജിപ്തിലുള്ളൊരു ഒരേ ഒരു ഗുണം, പെട്ടെന്ന് അപ്പച്ചൻ മരിക്കാതിരിക്കാൻ, അമ്മച്ചി മരിക്കാതിരിക്കാൻ ഈ വീട്ടുകാർ ഭക്ഷണം കൊടുത്തും പരിപാലിച്ചുമൊക്കെ നിർത്തും. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളതാണെങ്കിൽ അവരെ കൂടെ നടക്കി തള്ളി കളഞ്ഞിട്ട് പോരുകയായിരിക്കും പതിവ്. ഈജിപ്തിലെ ചെറിയ ഗുണങ്ങളിൽ ഒന്നാണ് എന്നെനിക്ക് തോന്നിയത്. അവർ പ്രായമുള്ളവരെ അങ്ങനെ ബഹുമാനിച്ചു. അത്ര ചിലവാണ് ശവമടക്കം. ഇനി കാശുള്ളവൻ്റെ കാര്യം പറയുന്നത്. കാശുള്ള അപൂർവം ചിലർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിയുള്ള ശ്രദ്ധിച്ചോ, പണമുള്ള കുറേ പേര് ഇരിപ്പുണ്ട്. അവരടക്കാണ് പറയാൻ പോകുന്നത്. വലിയ 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 കോടീശ്വരൻ്റെ അടക്കം. കോടീശ്വരൻ എന്ന് പറഞ്ഞാൽ പോരാ, അവിടുത്തെ ഏറ്റവും അധികം ധനാഢ്യൻ ഈജിപ്റ്റ് ഭരിക്കുന്ന ചക്രവർത്തിയല്ലേ. ആ ചക്രവർത്തിയുടെ സ്ഥാനപ്പേര് ഫറവോ എന്നാകുന്നു. ഫറവോൻ എന്ന മലയാള ബൈബിളിലെ പ്രയോഗം ശരിയല്ല. ഫറവോ എന്നാണ് പറയേണ്ടത്. ഫറവോ ഇതൊരു സ്ഥാനപ്പേരാണ്. ഇതിന്റെ അർത്ഥം മഹത്തായ ഭവനം, ദ ഗ്രേറ്റ് ഹൗസ് ഹോൾഡ്, മഹത്തായ ഭവനം. രാജാക്കന്മാരുടെ സ്ഥാനപ്പേരാണിത്. കൈസർ എന്ന് റോമൻ ചക്രവർത്തിമാരെ പറഞ്ഞു വന്നതുപോലെ, നിങ്ങൾ ഇവിടുത്തുകാരെ കുലശേഖര പെരുമാൾ എന്നൊക്കെ പറഞ്ഞതുപോലെ, ഈ പെരുമാൾ, അതുപോലെ കൈസർ ഇത്യാദി സ്ഥാനപ്പേരുകളിൽ ഒന്നാണ് ഫറവോ. ഫറവോമാർക്ക് മറ്റു പല പേരുണ്ട്. പേരിൻ്റെ ഒടുവിൽ ചേർക്കേണ്ട
വിശേഷണ നാമമാണ് ഫറവോ. അതെന്തുമാകട്ടെ, ഫറവോയുടെ ശവമടക്കു കൂടി പറഞ്ഞെങ്കിലേ നമ്മുടെ ചിന്തക്കുള്ളിലേക്ക് കടക്കാൻ സാധിക്കും. ഫറവോയുടെ ശവമടക്കം പേടിയുള്ളവർ കേൾക്കാതിരിക്കുക ഭംഗി, അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് പറയുന്നേ ശ്രദ്ധിക്കണമെന്നില്ല, അല്ലാതെ ഭയമുള്ളവർ കേൾക്കരുത്. അത്തരം ഒരു കാര്യമാണ് പറയുന്നത്. ഫറവോയുടെ ശവമടക്കം. ഈജിപ്തിലെ ഫറവോ മരിച്ചു കഴിഞ്ഞാലുടൻ അയാളുടെ ശരീരമെടുത്തൊരു കൽത്തളത്തിൽ കിടത്തേണം. ശരീരത്തിന്റെ സ്വാഭാവിക ചൂട് മാറി എന്ന് ഉറപ്പായാൽ ഉടൻ അദ്ദേഹത്തിന്റെ മൂക്കിനുള്ളിലേക്ക് നീളമുള്ള ഒരു മുളന്തണ്ടു കടത്തേണം. ഇസ്ലാമിലുള്ളൊരു തുമ്മരുത്, ഫറവോയുടെ കാര്യം പറയുന്നത്. ഈ മുളന്തണ്ടിലൂടെ ഒരു രാസവസ്തുവിന്റെ ലായനി ഒരു കൂട്ടൊഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ ബോഡി കമത്തി കിടത്തേണം. മൂക്കിനുള്ളിലൂടെ ഒരു ദ്രാവകം പുറത്തേക്ക് എടുത്തു കളയും. മലയാളത്തിൽ എടുത്തു കളയണം. ഇങ്ങനെ എന്താ കളഞ്ഞെന്നറിയണ്ടേ? ഈജിപ്തുകാരുടെ വിശ്വാസം ഒരു മനുഷ്യൻ മരിക്കാൻ കാരണം അവന്റെ ബ്രെയിൻ അഥവാ തലച്ചോറാണ്. എടുത്തു കളഞ്ഞാൽ ഇനിയും മരണമില്ല. മനുഷ്യ ശരീരത്തിൽ തീരെ ആവശ്യമില്ലാത്തൊരു പാർട്സാണ് തലച്ചോറെന്ന് ഈജിപ്തുകാർ വിശ്വസിച്ചു. ഞാനല്ല, അങ്ങനെ എൻ്റെ പേര് നിങ്ങൾ കുറ്റം ചേർത്തരുത്. ഈജിപ്ഷ്യൻ വിശ്വാസമാണ്. ഇതങ്ങ് എടുത്തു കളഞ്ഞാൽ രാജാവ് ഇമ്മോർട്ടലായി. ഇമ്മോർട്ടൽ മീൻസ് നോ പോസിബിലിറ്റി ഓഫ് ഡെത്ത്. ഇനി മരിക്കില്ല, അമർത്യനായി. രാജാവിന് മരിക്കില്ല. പുതിയൊരു ലോകത്താണ് രാജാവ് വിഹരിക്കുക. കേട്ടല്ലോ? ഇനി രാജാവിൻ്റെ നെഞ്ചു മുതൽ ഉദരം വരെ രണ്ടായി പിളർന്ന് ആന്തരിക അവയവങ്ങൾ പുറത്തെടുക്കും. രാസവസ്തുക്കളിൽ മുക്കി ആന്തരിക അവയവങ്ങൾ സൂര്യവെളിച്ചത്തിൽ ഉണക്കിയെടുക്കണം. സുഗന്ധ വസ്തുക്കൾ ഈ പൊള്ളയായ ശരീരത്തിനുള്ളിലേക്ക് കടത്തണം. 40 മുതൽ 70 വരെ ദിവസം കൊണ്ട് വേണം ഈ ശവശരീരത്തിനുള്ളിൽ ഇവ തിരിച്ചു കയറ്റാൻ ആന്തരിക അവയവങ്ങൾ. അവ തിരിച്ചു കയറ്റി കുത്തിക്കെട്ടിക്കഴിഞ്ഞാലുടൻ ഫറവോയുടെ ശരീരമാസകലം വിലപിടിപ്പുള്ള ഒരു ഓയിൻമെന്റ് കൊണ്ട് പേസ്റ്റ് ചെയ്യാണ്. നിറമുള്ള ഈ പേസ്റ്റ് ചെയ്ത ശേഷം ഒരു ലിനൻ തുണി കൊണ്ട് അദ്ദേഹത്തെ ശരീരമാസകലം ചുറ്റും. എന്നിട്ട് അവരുടെ മതഗ്രന്ഥം അദ്ദേഹത്തിന്റെ കാൽക്കലും തലക്കലും കൊണ്ട് ഓരോ കോപ്പി വെക്കും. ആ മതഗ്രന്ഥത്തിന്റെ പേര് തന്നെ ദ ബുക്ക് ഓഫ് ഡെഡ് അഥവാ മൃതരുടെ ഗ്രന്ഥം എന്നാകുന്നു. മരിച്ചവന്റെ പുസ്തകം, മരിച്ചവന്റെ കൃതി. താഴെയും മുകളിലും ഓരോ കോപ്പി. ആളിനെ എടുത്ത് ഒരു സ്വർണ്ണ പേടകത്തിൽ വെക്കും. ഈ സ്വർണ്ണപ്പെട്ടിയെടുത്ത് ഒരു കൽപ്പെട്ടിയിൽ വെക്കും. കൽപ്പെട്ടിയെടുത്ത് മറ്റൊരു ലോഹപ്പെട്ടിയിൽ, അങ്ങനെ ഒരു പെട്ടിക്കുള്ളിൽ മറ്റൊരു പെട്ടി എന്ന ക്രമത്തിൽ 7 പെട്ടികൾ, 7 അടുക്കുകളുള്ള പെട്ടിക്കുള്ളിലാണ് ഫറവോ കിടന്നുറങ്ങുക. ഇനി ഇത്ര ആശുപത്രിക്ക് കല്ലറ വേണം. കല്ലറയെന്ന് കേട്ടപ്പോൾ നിന്ന് തിരിയാനിടയില്ലാത്തൊരു ചെറിയ നമ്മുടെയൊക്കെ കല്ലറയുടെ കാര്യം ഓർമ്മ വരുന്ന പോരാ. ഈജിപ്തിലെ ഒരു ഫറവോ കിടക്കുന്ന കല്ലറയുടെ വലിപ്പം ഏതാണ്ട് 13 ഏക്കറാണ്. ഏറ്റവും കണ്ടുപിടിക്കപ്പെട്ട ഏറ്റവും വലിയ കല്ലറ 13 ഏക്കർ. 13 ഏക്കർ വിസ്തൃതിയുള്ളതും 450 അടി ഉയരം വരുന്നതും ആധുനിക ക്ഷേത്രഗണിത സിദ്ധാന്തങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന വാസ്തുകലയുടെയും ശില്പകലയുടെയും സമന്വയമായ സ്തൂപികയുടെ അഗ്രത്തോടു കൂടിയ പടുകുറ്റൻ കല്ലറയുടെ പേര് പിരമിഡ് എന്നാകുന്നു. ഈ പിരമിഡിനുള്ളിൽ മുമ്പ് സൂചിപ്പിച്ച പോലെ ഉണക്കിയെടുത്ത ഫറവോയുടെ ശരീരം വെക്കുന്നു. മമ്മിഫൈ ചെയ്യുക എന്ന് പറയും. ഈ ബോഡിക്ക് പറയുന്ന പേര് മമ്മി എന്നാകുന്നു. മമ്മിഫൈ ചെയ്തെടുത്ത ബോഡി അതിനുള്ളിൽ വെച്ച ശേഷം വിലപിടിപ്പുള്ള പവിഴമുത്തുകൾ നിറച്ച ഭരണികൾ, സ്വർണ്ണ നാണയങ്ങൾ നിറച്ചു വെച്ച ഭരണികൾ, സംസ്കരിച്ചുണക്കിയ പഴങ്ങൾ, തേനിൽ സംസ്കരിച്ചെടുത്ത ധാന്യമണികൾ, അവ അറനിറച്ച് നിരത്തി വെക്കും. 1ഉം 2ഉമല്ല, കൊട്ടാര സദൃശ്യമായ ഈ കല്ലറ നിറച്ചിത്തരം വസ്തുക്കളാണ്.
വിലപിടിപ്പുള്ള പട്ടുവസ്ത്രങ്ങൾ, കണ്ണഞ്ചിപ്പിക്കുന്ന, മനുഷ്യനെ മോഹിപ്പിക്കുന്ന വിവിധ തരം ആയുധങ്ങൾ, പൊന്നുകൊണ്ടുള്ള വാളുകൾ, കണ്ണഞ്ചിക്കുന്ന നിരവധി കാഴ്ചകൾ കൊണ്ട് സമൃദ്ധമാണ് ഈജിപ്തിലെ ഫറവോമാരുടെ ശവകുടീരം. ഈ ഫറവോയുടെ ശവകുടീരത്തിനുള്ളിൽ ഭാര്യയെ കൂടി വേണമെങ്കിൽ സംസ്കരിക്കും, അടുത്ത ചില സേവകരെ സംസ്കരിക്കും. ഇതാണ് ഈജിപ്തിലെ ശവകുടീരം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അത് സംബന്ധിച്ച് ഒരു ഗ്രാഹ്യമുണ്ടായി എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ അത്രയും ശ്രദ്ധിച്ച സ്ഥിതിക്ക് ഒന്നുകൂടി പറഞ്ഞിട്ട് അത് വിടുന്നുള്ളൂ. ഭയം പോയോ? ഭയം പോയവർക്ക് ഭയം വരാൻ പോകുന്നു, ഭയം ഇല്ലാത്തവർക്ക് അതുണ്ടാകാൻ പോകുന്നു. ശ്രദ്ധിക്കണം. ഈജിപ്തിലെ ഒരു ഫറവോ കിടക്കുന്ന ശവകുടീരം 5000 വർഷം പഴക്കം അതിന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. 5000 വർഷം പഴക്കമുള്ള ഈജിപ്തിലെ ഫറവോയുടെ ശവകുടീരത്തിന്റെ മുമ്പിൽ എഴുതി വെച്ചു, ഫറവോ ഉറങ്ങുകയാണ്. അയാളുടെ ഉറക്കം കെടുത്തുവാൻ നിശ്ചയിച്ചിട്ടുള്ളവൻ, അയാളുടെ ഉറക്കം കെടുത്തുന്നവൻ മരണത്തിനൊരുങ്ങിക്കൊള്ള. ഈജിപ്ഷ്യൻ ഭാഷയിൽ എഴുതി വച്ചിരിക്കുന്നു. ബ്രിട്ടീഷുകാർ ലോകം ഭരിക്കും കാലം 3 സയന്റിസ്റ്റുകൾ ഒരുമിച്ച് കൂടി അവർ പിരമിഡുകളെ കുറിച്ച് പഠനം തുടങ്ങി. പഠനം നടത്തി ഇതിന്റെ അരികിലെത്തി. നിരീക്ഷകന്മാരായ ഈ സയന്റിസ്റ്റുകൾ കാവലാളികളെ തള്ളിമാറ്റി പിരമിഡിനുള്ളിൽ കിടന്നു. പിരമിഡിനുള്ളിൽ എഴുതി വെച്ചിരിക്കുന്നു, ഫറവോ ഉറങ്ങുന്നു, ഉറക്കം കെടുത്തുന്നവൻ മരണത്തിനൊരുങ്ങിക്കൊള്ളുക. അകത്ത് കിടക്കുന്ന ഫറവോയുടെ പേര് ടൂട്ടാങ്കമൻ എന്നായിരുന്നു. ടൂട്ടാങ്കമന്റെ മരണം അയാളുടെ കവിളിൽ വിഷമുള്ള ഒരു ഈച്ച കുത്തിയായിരുന്നു. വിഷമുള്ള ഈച്ചയുടെ വിഷം ശരീരവാസകലം വ്യാപരിച്ച ഫറവോ മരിച്ചു. 5000 വർഷം പഴക്കം. ഈ ബോഡി ഇന്നും അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഇത് കാണാൻ വന്ന സായിപ്പ് ഈ സയന്റിസ്റ്റ് മേൽമൂടി ഇളക്കി മാറ്റി. 1000 ആണ്ടുകൾക്കപ്പുറത്ത് പേസ്റ്റ് ചെയ്തു വെച്ച അദ്ദേഹത്തിന്റെ മുഖത്തെ ആ മനോഹര പൗഡർ പോലും അതിന് കോട്ടം തട്ടാതെ ഭംഗിയായി കിടക്കുന്നു ഫറവോ. ഒരു വ്യത്യാസമില്ല. കവിളിലെ ആ മുറിവ് ഇന്നും അവിടെ കിടക്കുന്നു. അവരെ ഇതൊന്നും അത്ഭുതപ്പെടുത്തിയത് വിലപിടിപ്പുള്ള നിരവധി രത്നങ്ങൾ, കോഹിനൂർ രത്നങ്ങളെ വെല്ലുന്ന കാന്തിക ശക്തിയുള്ള അനവധി രത്നങ്ങൾ, അവയുടെ കണ്ണഞ്ചിക്കുന്ന പ്രഭ, കുറ്റാക്കുറ്റിരുട്ടുള്ള ഈ കൊട്ടാരത്തിനകത്തുകൂടി നടക്കുമ്പോഴൊക്കെ 7 നിറങ്ങളോടുകൂടി വ്യത്യസ്ത പ്രഭം തരുന്ന കോഹിനൂർ രത്നത്തെ വെല്ലുന്ന മനോഹര രത്നങ്ങൾ, മനോഹര സ്വർണ്ണ നിർമ്മിതമായ വസ്തുതകൾ, ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നിലവറകൾ. വിജയ ശീലാളിതരെ പോലെ ഇവർ പുറത്തിറങ്ങി പട്ടാളത്തെ കവലക്കി. സയന്റിസ്റ്റുകൾ മടങ്ങിപ്പോയ സയന്റിസ്റ്റുകളെ കുറിച്ച് പിറ്റേന്ന് പ്രഭാതത്തിൽ പ്രസിദ്ധീകരിച്ച വാർത്ത ഭീകരമായിരുന്നു. ഈ 3 ആളുകൾ 3 വ്യത്യസ്ത രൂപത്തിൽ മരിച്ചു. അതിലൊരുവന്റെ മരണം കവിളിൽ ഒരു പാമ്പ് കുത്തിയായിരുന്നു. കൃത്യം ടൂട്ടാങ്കമന്റെ കവിളിൽ എവിടെ വിഷയിച്ചയുടെ വ്രണമുണ്ടോ അതേ സ്ഥാനത്ത് ഒരു മൂർഖന്റെ ദംശനമിട്ട് ഒരുവൻ മരിച്ചു. എന്ത് തോന്നുന്നു? ഇല്ലെന്ന് തോന്നുന്നുണ്ടോ? എന്ന ബാക്കി പിടിക്കട്ടോ. അങ്ങനെ മരണത്തിൻ്റെയും ദുരൂഹതകളുടെയും മാന്ത്രിക സിദ്ധാന്തങ്ങളുടെയും സാത്താന്യ വ്യാപാരങ്ങളുടെ ഇടയിൽ 430 വർഷം പ്രാർത്ഥിച്ച ദൈവത്തിന്റെ ജനം എങ്ങനെ ജീവിച്ചു എന്നറിയുമോ? അറിയുക. ഏത് മാന്ത്രിക തറവാട്ടിലും ഏത് ഇരുട്ടിന്റെ കൂടാരത്തിലും പ്രാർത്ഥിക്കുന്നവന് മറ്റൊരു വഴി സ്വർഗത്തിലെ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി മാത്രമുള്ള ഏത് മാന്ത്രിക ശക്തിയെയും അതിജീവിക്കുന്ന അതിമഹത്തായ ദൈവത്തിന്റെ വാഗ്ദത്തം അവന് കാവലായുണ്ടെങ്കിൽ ഒന്നുറപ്പാക്കിക്കൊള്ളണം. മിസ്രയീമിലെ നിക്ഷേപത്തെ അല്ല, ക്രിസ്തുവിന്റെ നിന്ന അതിൽ ഞങ്ങൾ വിലമതിക്കുന്നു. ആ നിന്നയ്ക്ക് വിലമതിച്ച ഒരു ജനതയുടെ യാത്ര അന്ന് അവിടുന്ന് ആരംഭിച്ചു. 1 2 പേരെയല്ല, 600,000.
600,000 പേരുമായി ഇതുവഴി കടന്നു പോകുന്ന മോശയിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. പ്രിയരെ അറിയുക, ഈ രാജ്യത്ത് മോശയുടെ പോരാട്ടം ചില്ലറയായിരുന്നില്ല. മാന്ത്രികന്മാർ, പാമ്പുകളെ വടിയാക്കി മാറ്റാൻ കഴിയുന്നവർ, വ്യത്യസ്ത തരം അത്ഭുത സിദ്ധികൾ കൊണ്ട് ജനത്തെ കീഴടക്കാൻ കഴിയുന്നവർ, പലതരം സിദ്ധാന്തങ്ങളാൽ മനുഷ്യനെ വശം കെട്ടി ചൊതുക്കാൻ കഴിയുന്നവർ. പക്ഷേ ഇതൊന്നും സത്യമല്ല. ഒരു സത്യദൈവത്തിന്റെ ത്രസിപ്പിക്കുന്ന ചിന്ത ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് എന്നെ വേദനിപ്പിക്കുന്നു എന്ന ആത്മാർത്ഥതയോടെ മോശ അവിടുത്തെ ശബ്ദം കെട്ടിറങ്ങിയപ്പോൾ മോശ ഫറവോന്റെ മുമ്പിൽ അഭിമുഖമായി നിന്നുകൊണ്ട് ഒരു കാര്യം വിളിച്ചു പറഞ്ഞു. അല്ലയോ ഫറവോ, ആരാധിക്കാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. ഇവിടെ നിന്ന് മാന്ത്രിക തറവാട്ടിൽ നിന്ന്, മന്ത്രവാദികളുടെ നടുവിൽ നിന്ന്, ഇത്തരം ശവക്കോട്ടകളുടെ ഉള്ളിൽ നിന്ന് ദുരൂഹതകളും ഭയവും മാത്രം ലോകത്തിന് പ്രദാനം ചെയ്ത ഇരുട്ടിന്റെ കൂടാരത്തിൽ നിന്ന് എന്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടയക്കുക. ഇന്ന് പകൽ ഇവിടെ വന്നവരെ, ഇത്തരം മണ്ഡലങ്ങളെ അതിജീവിച്ച് ജയോത്സവത്തോടെ ചെങ്കടൽ കടന്നെത്തിയവർ വൃത്തിക്കുള്ള അവകാശമാണ് ആരാധന. അതുകൊണ്ട് ഭഗവാനെയും സൈന്യത്തെയും മാത്രമല്ല, ഇരുട്ടിന്റെ മുഴുവൻ ശക്തികളെയും എന്നേക്കുമായി ഈജിപ്തിൽ സംഭരിച്ച് അവിടെ നിന്ന് ജലമെടുത്തു വന്ന ഒരു ജനതയുടെ പേരാണ് ഇസ്രായേൽ അഥവാ സ്വന്തം ജനം. ഹല്ലേലൂയ. ഇനിയുണ്ട് പോരാട്ടത്തിന്റെ നാൾവഴികളിൽ അനവധി പ്രതിസന്ധികൾ, അനവധി വസ്തുതകൾ. ഈ രാജ്യത്ത് ഇസ്രായേൽ മക്കളെ കൊണ്ട് ഫറവോ കഷ്ടപ്പെടുത്തി. എന്തായിരുന്നു കഷ്ടപ്പാട്? അവരെ കൊണ്ട് ഈ പടുകുറ്റൽ കെട്ടിടങ്ങൾ പണികഴിപ്പിക്കുക, പിരമിഡുകൾ. അതിന് ചുണ്ണാമ്പ് കല്ലുകൾ കൊത്തണം. മനുഷ്യൻ യന്ത്രങ്ങളൊന്നും കണ്ടുപിടിക്കാത്ത കാലത്ത് മാൻപവർ ഉപയോഗിച്ച് മാത്രം ഈ കല്ലുകൾ ഇതിന് മുകളിൽ ഉരുത്തിക്കയറ്റണം. സംഭാര നഗരങ്ങൾ പണിയണം, സംഭാരശാലകൾ, ധാന്യപ്പുരകൾ പണിയണം. ഇതിനുവേണ്ടി ഇഷ്ടിക പണിയാം. അവിടെ കണ്ടുവരുന്ന ഒരു തരം ചെടികൾ അറുത്തുകൊണ്ടുവന്ന് ഉണക്കി മണ്ണ് ചേർത്ത് കുഴച്ച് തീയിട്ടു കത്തിച്ച് ആ എരിയുന്ന തീക്കുള്ളിൽ കട്ടകൾ വാർത്തെടുക്കണം, ചുട്ടെടുക്കണം. ഈ കഠിന ജോലി അധ്വാനിക്കുന്ന ജനത്തെ കണ്ട് വചനം പറയുക, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു. സ്വർഗത്തിലെ ദൈവം കഷ്ടത കാണുന്നവൻ, നിലവിളി കേൾക്കുന്നവൻ, മറുപടി അയക്കുന്നവൻ. അല്ലയോ മിസ്രൈമിന്റെ ദൈവങ്ങളെ, കണ്ണുണ്ടെങ്കിലും നിങ്ങൾ കാണാതിരുന്നപ്പോൾ, ചെവിയുണ്ടെങ്കിലും കേൾക്കാതിരുന്നപ്പോൾ, ഉന്നതനുമീതൊരു ഉന്നതനും അതിനുമീത് ഒരു അത്യുന്നതനും ജാഗരിക്കുന്നു എന്ന വചനം പോലെ ആത്യന്തിക ന്യായാധിപതിയായവൻ ഈജിപ്തിനെ നോക്കിക്കൊണ്ടിരുന്നു. ഒരു മാറ്റത്തിന് അനുകൂല സാഹചര്യം. ഫറവോ ഒരു ഉത്തരവിട്ടു, ഇനി ആൺകുട്ടികൾ പിറന്നുകൂടാ. പിറക്കുന്ന ആൺകുട്ടികളെ കരുത്തിനരിച്ചു കൊല്ലണം. അവരെ കൊല്ലുന്നവർക്ക് പ്രത്യേകം പാരിതോഷികങ്ങൾ ഏർപ്പെടുത്തി. എന്നിട്ടും ധൈര്യമുള്ള അമ്മമാര് പ്രസവിച്ചു, ആൺകുഞ്ഞിനെ തന്നെ പ്രസവിച്ചു. മോശയുടെ അമ്മച്ചിക്ക് നല്ല ധൈര്യമുള്ള അമ്മയായിരുന്നു. മോശയെ പോലെ തന്നെ നിയമം ലംഘിച്ച് പിറന്നവനാണ് അഹരോൻ. എനിക്ക് തോന്നുന്നു അഹരോൻ പക്ഷേ പ്രായമൊക്കെ കൂട്ടി പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തിവിടെ കഴിയായിരിക്കും. ഏതായാലും അഹരോന് ജന്മം കൊടുത്തു. ഒരുപക്ഷെ നാട്ടുകാർ ക്ഷമിച്ചു കാണും, പോട്ടെ, ഒരാൺകുട്ടി ഇരിക്കട്ടെ. അടുത്തവൻ കൂടി പിറന്നു. അവനെ കൊന്നുകളഞ്ഞേ പറ്റൂ, കൊന്നേ പറ്റൂ. പക്ഷെ വചനം പറയാ, വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ സുന്ദരൻ എന്ന അമ്മയപ്പന്മാർ കണ്ടു. ഈ സുന്ദരൻ എന്ന പരിഭാഷ ശരിയല്ല, ശരിയായ പരിഭാഷ വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു അസാധാരണത്വമുള്ളവൻ എന്ന അമ്മയപ്പന്മാർ കണ്ടു. അസാധാരണത്വം. സുന്ദരനല്ലായിരുന്നെങ്കിൽ കൊന്നുകളയായിരുന്നു. കളയോ? സുന്ദരനും സുന്ദരിമാരും ഒന്നും അല്ലെങ്കിൽ അമ്മമാര് കൊന്നു കളയുമോ എന്ന് എൻ്റെ ചോദ്യം. കൊന്നു കളയുമായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇവിടെ കാണുമായിരുന്നു. ഇന്ന് യോഗം നടക്കുമായിരുന്നു. ബ്ലസ് കോവളം എന്നൊരു പ്രോഗ്രാം ഉണ്ടാവുമായിരുന്നില്ല. പിന്നെ എങ്ങനെ നമ്മളെ സുന്ദരനാക്കുന്ന, ഫ്ലെക്സിലാക്കുന്ന, അല്ലാതെ അത് കാണുന്നതല്ല ആൾക്കാർ. ഫ്ലെക്സുള്ളത് നമ്മുടെയൊക്കെ ഒരു വലിയ ഗുണമെന്ന് പറഞ്ഞാൽ മതി. ആധുനികവൽക്കരണം അങ്ങനെയൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ടല്ലേ. അപ്പോട്ടെ, എന്നാൽ
മോശ സുന്ദരൻ എന്ന വ്യാഖ്യാനമല്ല ശരി. പിന്നെ എങ്ങനെയാ? അസാധാരണത്വം, എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ എന്ന് തോന്നി അവനെ സൂക്ഷിച്ചു വെച്ചു. ഈ സൂക്ഷിച്ചു വെച്ചു എന്ന പ്രയോഗം വായിച്ചു തള്ളാൻ എളുപ്പം. ഞാനിവിടെ നോക്കുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെ വളർത്തുന്ന അമ്മമാര് സഹോദരിമാരോടുണ്ട്, തീരെ കുഞ്ഞുങ്ങളെ. ഞാൻ അങ്ങനെയുള്ള സഹോദരിമാരോട് ചോദ്യം ചോദിക്കാം. ഒരു കുഞ്ഞിനെ 1 മിനിറ്റ് നേരം നിങ്ങൾക്കൊന്ന് ഒളിപ്പിച്ചു വെക്കാമോ? പറ്റുമോ? പറ്റില്ല. 2 മിനിറ്റ് ഒളിപ്പിക്കാൻ പറ്റുമോ? 5 മിനിറ്റ് ഒരു കുഞ്ഞിനെ ഒന്ന് ഒളിപ്പിച്ചാട്ടോ. ഉറങ്ങിയാലാണെങ്കിൽ അങ്ങനെ മാറ്റി വെക്കാം. അങ്ങനെയെങ്കിൽ 3 മാസം ഒരു കൈക്കുഞ്ഞിനെ ഒളിപ്പിച്ചു വെക്കാം. അപ്പനും അമ്മയും എടുത്ത റിസ്ക് നിങ്ങൾക്ക് മനസ്സിലാകുമോ? ആ വീട്ടുകാരെടുത്ത ഉത്തരവാദിത്വം മനസ്സിലാകുമോ? കിട്ടുന്നുണ്ടോ? ഈ വീട്ടിൽ ചിരിയില്ല, കരച്ചിലില്ല. ആ വീട്ടിൽ താരാട്ട് പാട്ടില്ല. ആ വീട്ടിൽ ആലിംഗനവും മുത്തവും ഒന്നും കുഞ്ഞിന് കൊടുക്കുന്ന പതിവില്ല. ആ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രജ ഉള്ള വിവരമേ ആർക്കും അറിഞ്ഞുകൂടാ. ഈ വീടിനുള്ളിൽ ഇങ്ങനെ ഒരു കുട്ടിയുണ്ടെന്ന് അറിഞ്ഞാൽ ഫറോയുടെ വീട്ടിൽ വാർത്തയെത്തും. പട്ടാളക്കാർ വിഷയം മണത്തറി. അടിമക്കുടികൾ അവർ അഗ്നിക്കിരയാക്കും. അപ്പനെയും അമ്മയും ചാട്ടവാറിന് തല്ലും. ഒളിപ്പിച്ചു വെച്ച കുറ്റം പറഞ്ഞ് ഒരുപക്ഷെ കൽത്തുറുങ്കിലടയ്ക്കും. ഇവിടെ നടമാടാൻ പോകുന്ന തിന്മകൾക്ക് കയ്യും കണക്കുമില്ല. അപ്പന്റെയും അമ്മയുടെയും മുമ്പിൽ വെച്ച് ഈ പിഞ്ചോമനയെ പിടിച്ചെടുക്കും. അവരെ കൺമുമ്പിൽ അതിന്റെ കഴുത്ത് ഞെരിച്ചു കൊല്ലും. പ്രാണന് വേണ്ടി പിടയുന്ന കുഞ്ഞിന്റെ കരച്ചിലും അവരെ സൂക്ഷിച്ചു വെച്ചതിന്റെ പേരിൽ ചാട്ടവാറടിയും കണ്ട് പിടിച്ചു നിൽക്കാൻ പ്രാണിയില്ലാതെ ബോധക്ഷയത്താൽ വീഴുന്ന മിറിയാമും അഹരോനും അങ്ങനെ കരച്ചിലിന്റെയും പ്രാണൻ പിടയുന്ന ജീവിത അനുഭവത്തിന്റെയും ഒരു വെല്ലുവിളി ഒരു വശത്ത്, അതിനെ നേരിടുവാൻ ഒളിപ്പിച്ചു വെക്കൽ മറുവശത്ത്. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ പോരാട്ടം. അപ്പുറത്തു കാത്തു നിൽക്കുന്നത് മരണത്തിന്റെയും ശാപത്തിന്റെയും തകർച്ചയുടെയും വെല്ലുവിളികളുടെയും വാഗ്വാദങ്ങളുടെയും ശബ്ദം. ഇപ്പുറത്ത് ആരും കാണാത്ത ശാന്തമായ ഉറക്കം, ഒരു സ്വാന്തനം. കരയുമ്പോഴൊക്കെ ഈ കുഞ്ഞിനെ ഏതെങ്കിലും വിധത്തിൽ താരാട്ടുപാടുവാൻ ശ്രമിച്ചിട്ട് അത് വേണ്ടെന്ന് വെച്ചിട്ട് എങ്ങനെങ്കിലും ഈ കുഞ്ഞിനെ ശബ്ദം പുറത്തു വരാതെ സൂക്ഷിക്കുക. കുഞ്ഞെ, നിന്റെ നേരിയ ശബ്ദം പുറത്തു വന്നാൽ നാളെ ഈ നഗരം മുഴുവൻ, ഈ ദേശം മുഴുവൻ അഗ്നിക്കിരയാകും. അടിമകളെ പിടിച്ചു വെറുതെ തല്ലും. അപ്പനമ്മമാരെ ചാട്ടവാറിനടയ്ക്കും, അവരെ കൽത്തുണിങ്കിലാക്കും. അതുകൊണ്ട് നിന്റെ ഒരു നേരിയ കരച്ചിലും വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തൽക്കാലം ശാന്തനാവുക. ഒരു ഘട്ടം ദർശനം ശാന്തമായിരുന്നാലും ജ്വലിക്കാനൊരവസരം ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അറിയുക മകളെ, നാളെ നീ ആ ദുർബല ശബ്ദം മുടക്കി ചെങ്കടന്റെ മുമ്പിൽ വിരൽ നീട്ടി പറയും, കടലേ പിൻവാങ്ങുക. ഇന്നടക്കി വെച്ച ശബ്ദം കരുത്തോടെ തിരിച്ചു വരുന്ന ഒരു ദിവസം നിങ്ങൾ കാത്തിരിപ്പുണ്ട്. എവിടെയോ ഉഴഞ്ഞുകൂടി കിടക്കുന്ന ജീവിതത്തിന്റെ ദുഃഖങ്ങൾ അനുഗ്രഹമായി തിരിച്ചു വരുന്ന ഒരു ദിവസം നിങ്ങൾ കാത്തിരിപ്പുണ്ട്. ഒരു വേളയിൽ നീ നിന്റെ ശബ്ദം ഒതുക്കി അവിടെ കാത്തിരുന്നു കൊള്ളുക. ഒരവസരം നിന്നെ കാത്തുവരും. അതുവരെ ഒരു 3 മാസം, 3 മാസമൊക്കെ കഴിഞ്ഞാൽ അടിമകൾക്കിടയിൽ ഒരു സമ്പ്രദായം. ഈ കുഞ്ഞിന് പേരിടണം. ഗർഭവതിയായ ഒരു സ്ത്രീയെ പരിസരത്തുള്ളവരൊക്കെ കണ്ടാൽ ഒരു കുഞ്ഞവിടെ പ്രസവിച്ചു, കുഞ്ഞിനെ പ്രസവിച്ചു എന്നുള്ള കാര്യം ബോധ്യമായതാണ്. എന്നാൽ ഒരുപക്ഷെ അവർ പറഞ്ഞാലും പെണ്ണാണെന്നോ മരിച്ചു പോയെന്നോ ഒക്കെ പറഞ്ഞാണ്. പക്ഷെ ഇനി ഓടി വെക്കാനാവില്ല. 90 ദിവസം കഴിയുമ്പോൾ ഈ കുഞ്ഞ് മരിച്ചാലും ഇല്ലെങ്കിലും അതിന് പേരിടണം. വംശാവലി പട്ടികയിൽ പേർ ചാർത്തണം. പെണ്ണെങ്കിൽ പെണ്ണിന്റെ പേരിടണം, പെണ്ണാക്കി വളർത്തണം. ആണെങ്കിൽ ആണിന് പേരിടണം, മരിച്ചുപോയി എന്ന് എഴുതണം. അടിമകളുടെ മൂപ്പന്മാർ ഒരുമിച്ച് കൂട്ടും. ഭക്ഷണമൊക്കെ ഒരുമിച്ചുണ്ടാക്കി കഴിക്കും. എന്നിട്ട് ഈ കുഞ്ഞിന് നാമകരണം ചെയ്യാൻ നാളെ ആളിവിടെത്തും. ഇനി പിടിച്ചു നിൽക്കാനാവില്ല. ഒറ്റ വഴി മാത്രം. ഇത്രയും നാൾ സൂക്ഷിച്ചു വെച്ച ഈ പിഞ്ചോമനെ കൈവെടിയുക. വേറൊന്നും നമ്മുടെ മുമ്പിലില്ല. ഈജിപ്തിലെ
ഈജിപ്തിലെ നൈൽ നദിയുടെ തീരത്ത് വിടരുന്ന പാപ്പിറസ് എന്ന് ഇംഗ്ലീഷിലും ഞാങ്ങണ എന്ന് മലയാളം ബൈബിളിലും കിടക്കുന്ന ഒരു ചെടി പറിച്ചെടുത്ത് അതിന്റെ കാണ്ഡം ജീവിയെടുത്ത് കൊട്ട മെനയുന്നതുപോലെ മെനഞ്ഞ അത് ഒരു പേടകമാക്കി മാറ്റി പശതുത്ത് മാർദ്ദവമുള്ള തുണി ഒട്ടിച്ച് അതിലേക്ക് മോശയെ എടുത്ത് കിടത്തി. കേൾക്കണേ, ഇത് കണ്ടൊരു പക്ഷെ മെറിയാൻ ചോദിക്കുന്നുണ്ടാകും, പപ്പ എന്താ ചെയ്യാ? അതിന്റെ ചേച്ചിയില്ലേ, ഈ കുഞ്ഞുവാവെ എന്ത് ചെയ്യാ? കുഞ്ഞുവാവയെ കൊല്ലാൻ പോവാ, ഇതിനെ വെള്ളത്തിൽ ഒഴുക്കുക എന്ന് പറയാൻ ഒരപ്പന് ത്രാണിയില്ല. അപ്പൻ പറഞ്ഞു, നമ്മൾ കുഞ്ഞുവാവെ ഇതിൽ കിടത്തി താരാട്ട് പാടാൻ പോവാ, ഇത് കളിത്തട്ടിലുണ്ടാക്കവന്. മെറിയാം ആഹ്ലാദിച്ചു. ഇന്നലെ വരെ ഈ ശബ്ദം പുറത്തു വരാതിരിക്കാൻ അപ്പനും അമ്മയും പണിപ്പെട്ടു. ഇന്ന് പറയാ അതിനെ താരാട്ട് വിടാൻ പോവാ, ഇന്ന് പറയാ അതിനെ കൊഞ്ചിക്കാൻ പോവാ. അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷെ അപ്പൻ അതിനെ കയ്യിലെടുത്തു. ഈ കുഞ്ഞുമായി നടന്ന് നൈൽ നദിയുടെ ഓരം ചേർന്ന് നടക്കുമ്പോൾ നൈൽ നദി പോരാടി വിളിച്ചു, കൊണ്ടുവാ, ഞാൻ വിഴുങ്ങാൻ പോവാ. ആരാണ് നൈൽ നദി? ഞാൻ പറഞ്ഞു തുടക്കത്തിൽ, ഈജിപ്തിന്റെ ദേവൻ. ആരാണ് മോശ? പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ. ആരാണ് നൈൽ നദി? ഈജിപ്തിയുടെ പൂജാവസ്തു കിടക്കി വാങ്ങുന്ന അവിടുത്തെ ദേശാധിപതി. ആരാണ് മോശ? ഒരു ജനത്തിന്റെ മുഴുവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവം കൊടുത്ത വാഗ്ദത്വവും ദേശാധിപതിയും തമ്മിലുള്ള ഈ പോരാട്ടത്തിനൊടുവിൽ അപ്പൻ നിർവികാരനായി ഈ കൊട്ടയെടുത്ത് അങ്ങോട്ട് വെച്ചുകൊടുത്തു. ഓളം വെട്ടുന്ന നൈലിലെ വെള്ളം ഇവരെയും കൊണ്ട് ദൂരേക്ക് കടന്നു പോകുമ്പോൾ ഈ ശിശുവിന് എന്ത് ഭവിക്കും ഒന്ന് കാണാൻ കുഞ്ഞിപ്പങ്ങൾ കാത്തിരിക്കുക. അവളുടെ മനോവ്യത ആർക്ക് മനസ്സിലാക്കും? ഇന്ന് വിളിക്കുന്ന ദൈവത്തിന്റെ പേരിലെ ഇത്തരം വ്യഥകളാണ് എക്കാലത്തും പ്രാർത്ഥിച്ചവരുടെ ചരിത്രം. ആ ചരിത്രമുള്ളവരെ ആരാധനയ്ക്ക് പ്രസക്തിയുള്ളൂ. ആരാധന കൃത്രിമ ശബ്ദങ്ങളുടെ അതിൻ്റെതായ ഗാംഭീര്യമല്ല. ആരാധന പരപ്രേരണ കൊണ്ടുണ്ടാകുന്ന ശബ്ദമോ ബഹളമോ അല്ല. ആരാധന ആത്മനിലവും ദൈവം നൽകിയെത്തുന്ന ഉപകാരങ്ങളെ കുറിച്ചുമുള്ള ഓർമ്മപ്പെടുത്തലാണ്. അനുഭവമുള്ളവന് മാത്രമേ ഈ ദൈവത്തെ ആരാധിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്തരം നല്ല അനുഭവങ്ങളാണ് ഭക്തനെ എക്കാലത്തും പ്രചോദിപ്പിച്ച് മുമ്പോട്ടയക്കുന്ന യാഥാർത്ഥ്യം. ഹല്ലേലൂയ. അപ്പൊ ദൈവം ഈ കുഞ്ഞിനെ അകറ്റുന്ന മക്കളുടെ ഹൃദയവികാരം അറിയുന്നവനാണ്. ദൈവം ഇവന്റെ അപ്പന്റെയും അമ്മയുടെയും കരച്ചിൽ കേൾക്കുന്നവനാണ്. പക്ഷെ ഞാൻ വിചാരിക്കുന്നു, ഇതൊന്നും അറിയാത്ത മോശ അന്നാദ്യമായി ചിരിച്ചു, കയ്യും കാലും ഇട്ടടിച്ചു. അവന്റെ ശബ്ദം പുറത്തു വന്നു. ഏതെങ്കിലും വിധത്തിൽ മുകളിലാര്? കത്തിക്കൊലിക്കുന്ന സൂര്യൻ. താഴെയാര്? നൈൽ നദി. ഈജിപ്തിലെ രണ്ട് ശക്തികൾ. കനത്ത സൂര്യന്റെ കിരണം അവന്റെ ശരീരത്താസകലം അടിച്ചു. മറുവശത്ത് നൈൽ നദിയിലെ വെള്ളം ഓളം വെട്ടി ഇരച്ച് കലങ്ങി അകത്തേക്ക് കടങ്ങാൻ ശ്രമിച്ചു. മുതലകൾ അവനെ വിഴുങ്ങാൻ അടുത്തു. ഈ അന്തരീക്ഷം ഒന്ന് മനസ്സിലാക്കുക. എല്ലാ കൈകളും അപ്രസക്തമാകുമ്പോൾ, വിടുതലിന്റെ എല്ലാ കരങ്ങളും ദൂരത്താകുമ്പോൾ കാണുന്ന ഒരു ദൈവം, അറിയുന്ന ഒരു ദൈവം, ആ ദൈവത്തിന്റെ സുഖമുള്ള പരിരക്ഷയിലാണ് ഇന്ന് പകലിവിടെ വന്നിരിക്കുന്ന ഞാനും നിങ്ങളും. ആ പരിരക്ഷയുടെ സുഖമറിയുന്ന ആ കരുണയുടെ കരം കൊണ്ട് അവനെ തൊടുന്ന ആ തീഷ്ണയേറിയ കണ്ണുകൾ കൊണ്ട് സൂര്യന്റെ രശ്മികളെയും ഒരുക്കി കളയുന്ന നൈൽ നദിയുടെ അകന്തയെ ഒഴിവാക്കി നിലത്തൂണ്ടി ഒതുക്കുന്ന മഹാദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ അറിഞ്ഞാട്ടെ. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ശബ്ദം വരാത്തവന്റെ ശബ്ദമല്ലേ അങ്ങ്? കരയാൻ അറിയാത്തവന്റെ കരച്ചിലും തൊട്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ദൈവമല്ലേ അങ്ങ്? ഈ സമയത്ത് ദൂരത്ത് കരയുന്ന അമ്മയുണ്ട്. വേഗങ്ങളടുക്കി പിടിച്ച് ഉള്ളിൽ വേദന ഒതുക്കുന്ന ഒരു അപ്പനുണ്ട്. ശിശുവിൽ എന്തു ഭവിക്കും എന്ന് കാണേണ്ടതിന് ഇങ്ങനെ കണ്ണുകെത്തി നോക്കുന്ന മറിയാവുണ്ട്. സ്വർഗത്തിലെ ദൈവം, ഇതെല്ലാം കാണുന്ന ദൈവം. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയിൽ വന്നവരെ ഒരുങ്ങിയാകയില്ല വന്നേ. തടസ്സങ്ങളേറെ ഉണ്ടാകും. എന്താകുമെന്നുള്ള ആശങ്കയിൽ വന്ന് കാണും. ഭാരപ്പെടരുത്. കാണുന്ന ഒരു ദൈവം, അറിയുന്ന ഒരു ദൈവം, സകലതും കേൾക്കുന്ന ഒരു ദൈവം, പ്രാർത്ഥിക്കാത്ത ദീർഘനിശ്വാസവും പ്രാർത്ഥന പോലെ കരുതി ഉത്തരം തരുന്ന ഒരു ദൈവം ഇന്ന് പകൽ നമ്മുടെ കൂടെയുണ്ട്. അവൻ സകലതും അറിയുന്നു. ഏത് പ്രതിസന്ധിക്കും അവന്റെ പക്കൽ ഒരു ഉത്തരം. ഹല്ലേലൂയ. ഇവനൊഴുകി ആ ഘട്ടത്തില് രാജകുമാരി താഴെ വന്നു. അവനെ എടുത്തു. ഇതൊക്കെ നമുക്കറിയാം. കഥ പറയാനല്ല ഞാൻ നിൽക്കാം.
വിഷയത്തിലെത്തിയില്ല. രാജകുമാരി അവനെ എടുത്ത് അവളുടെ തോളിലേക്ക് ചായച്ച് കിടത്തുമ്പോ എന്താ ഭവിച്ചെന്ന് നമുക്കറിയണ്ടേ? ആരാണ് ഈ രാജകുമാരി? ഫറവോയുടെ മകൾ. ആരാണ് മോശ? ഒരു മിസ്രയീമ്യ ദാസിയുടെ മകൻ. അല്ലയോ ഫറവോ, ഇനി ഒരിക്കലും മിസ്രയീമ്യ ദാസിമാർ പ്രസവിക്കരുത്. അഥവാ പ്രസവിച്ചാൽ ആൺകുട്ടികൾക്ക് അവർ ജന്മം കൊടുത്തുകൂടാ. ആൺകുട്ടികൾക്ക് ജന്മം കൊടുത്താൽ തലയെറുത്തു മാറ്റി കൊന്നു കൊലവിളിക്കാൻ രേഖാമൂലം ഉത്തരവിട്ട നിന്റെ മകളുടെ കരം കൊണ്ടാ ഞാൻ എന്റെ മകനെ രക്ഷയൊരുക്കിയിരിക്കുന്ന കണ്ടുകൊള്ളണം. അല്ലയോ ഒളിക്കുന്ന സൂര്യ, ഒഴുകുന്ന നൈൽ നദി കണ്ടുകൊള്ളണം. ഈ വെല്ലുവിളികളെ ഏറ്റെടുക്കുന്ന ഒരു ദൈവം ഇവിടെയുണ്ട്. ഞാൻ പ്രവർത്തിക്കും. അത് തടയും. ഇന്ന് മകൾ നമുക്ക് നമ്മുടെ പ്രതിസന്ധികളെ മുഖത്ത് നോക്കി പറയാം, ഞാൻ പ്രവർത്തിക്കും. അത് തടയും. പ്രവർത്തിക്കുന്ന വീര്യം പ്രവർത്തിക്കുന്ന ഈ മഹാദൈവത്തിന്റെ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ യുഗത്തിലെ ഒരു ശക്തിക്ക് വകയില്ല, ഒരു ഇരുട്ടിന് വകയില്ല. ഇതാ ഈ ഫറവോയുടെ മകൾ അവരെ നെഞ്ചെട്ടിൽ അണിക്കുമ്പോൾ അറിയുക, നൂറ്റാണ്ടുകളുടെ കുടിപ്പക ഒഴുകിത്തീരാൻ അനവധി സംവത്സരങ്ങളിലൂടെ ശത്രുവിട്ട നിയമാവലികളെ അസ്ഥിരമാക്കാൻ ദൈവം ഒരു വഴി അവിടെ തന്നെ കണ്ടുവച്ചു. അതാണ് ദൈവം. പരാജയപ്പെട്ടിടത്ത് നമുക്ക് വേണ്ടി വിജയം കുറിച്ചു വെച്ച ദൈവം, കൊലവിളി നടത്തിയിടത്ത് ജയഭീരി മുഴക്കുവാൻ നമ്മെ സഹായിക്കുന്ന ദൈവം, നിരാകരിച്ച മണ്ഡലത്തിൽ പദവിയും ബഹുമാനവും ആദരവും കരുതി വെച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തയോടെ നിലകൊള്ളുക. എനിക്കും നിനക്കും വേണ്ടി ഒരു പദവി, ഒരു സ്ഥാനം, ഒരു മനോഹര നിമിഷം കരുതി വെച്ചിരിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് അറിഞ്ഞുകൊള്ളുക. ആ ദൈവ സാന്നിധ്യം കൃപയാൽ നമുക്ക് ഏറ്റെടുക്കാം. നാഥാ, ഞാൻ ഇവിടെ തോക്കേണ്ടവൻ, ഇവിടെ പരാജയപ്പെടേണ്ടവൻ, എങ്കിലും അങ്ങനെ കരുതി. ആ കരുതൽ എത്ര ശ്രേഷ്ഠം. ഹല്ലേലൂയ, സ്തോത്രം. സഹോദരി, ഇവിടെ മോശ അവളെ പൊക്കി ഇങ്ങോട്ട് എടുത്തപ്പോൾ അവന്റെ പേരിട്ടു. എന്താ പേര്? മോശ. ആ പേര് പോലും ഈജിപ്ഷ്യൻ പേരാണ്. ആ പേരിന്റെ അർത്ഥം എന്താ പേരിന്റെ അർത്ഥം? ഞാനിവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു. ഇങ്ങനെയാണോ മക്കൾക്ക് നമ്മൾ പേരിടുന്നത്? തെങ്ങ നിർത്തിന് വീണ അങ്ങനെ പേരിടുവോ? തെങ്ങന്ന് വീണവൻ വീണിടുവോ? കരണ്ടടിച്ചവൻ അങ്ങനെല്ലാം പേരിടുവോ? ഇല്ല. ഈ മോശയുടെ പേര് മാത്രമേ സുഖമില്ലാത്ത പേര്. വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തവൻ. എന്തൊരു പേരായിരുന്നു! ആ പേര് കേൾക്കുമ്പോഴൊക്കെ നൈൽ നദി തോറ്റു പോകണം. അതിനാ പേരിട്ട്. ദേശാധിപതിക്കെതിരെയുള്ള വെല്ലുവിളി ആ പേര്. നീ വീഴും എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വലിച്ചെടുത്തു, ഞാൻ നിന്നെ പിടിച്ചെടുത്തു, ഒതുക്കും എന്ന് നീ വെല്ലുവിളിച്ചു. മോശ എന്ന പേര് കേൾക്കുമ്പോഴൊക്കെ നീ ഓർക്കണം, അത് ജനത്തിന്റെ പേരാ, അത് ജയിച്ചവന്റെ പേരാ. ഒഴുകിപ്പോകുന്ന നദിയിൽ നിന്ന് അനായാസന ഞാൻ പിടിച്ചെടുത്തു. മരണമൊഴിയെ തിരുത്തി ഞാൻ അനായാസന പിടിച്ചെടുത്തു. നിയമത്തെ റദ്ദ് ചെയ്ത് ഞാൻ നിന്നെ പിടിച്ചെടുത്തു. അതുകൊണ്ട് അറിയുക, വെള്ളമുള്ളത് കൊണ്ടാ നിനക്കൊരു പേരുണ്ടായത്. പ്രതിസന്ധി ഉള്ളത് കൊണ്ടാ പേരുണ്ടാകുന്നത്. വെല്ലുവിളി ഇല്ലാത്തവന്റെ പേരില്ല, പേര് കൊള്ളത്തില്ല. അർത്ഥമില്ലാത്ത ഈ പേര് കൊണ്ട് എന്തോ ഗുണമുണ്ട്. ഇപ്പോഴായി പേരിന്റെ അർത്ഥം മനസ്സിലായി, അതിന്റെ ഗുണം മനസ്സിലായോ? ഞാന് വളരെ ഇരുട്ടിയാകും തിരിച്ചെൻ്റെ വീട്ടിലെത്തുക. ഇതിനിടയ്ക്ക് പോകുന്ന വഴിക്കൊക്കെ ആളുകൾ ഫോൺ വിളിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കും. നമുക്ക് മുഷിയല്ല പലപ്പോഴും. പക്ഷേ ബൈബിളിലെ ചോദ്യമാണെങ്കിൽ എനിക്ക് മുഷിയല്ല, കൺട്രോൾ ചെയ്ത് അവരോട് മറുപടി പറയും. വണ്ടി ഒതുക്കിയിട്ടിട്ടോ ഏതുറക്കത്തിലും എനിക്കറിയാവുന്ന മറുപടി പറയും. അതെനിക്ക് വിരോധമില്ല, കാരണം എൻ്റെ ജോലി അതാണ്. അതുകൊണ്ട് ആ ജോലിയോടുള്ളൊരു ആത്മാർത്ഥ. ഒരു ദിവസം ഒരു സഹോദരൻ ഒരു 12-1 മണിയൊക്കെ ആയപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ യോഗം കഴിഞ്ഞ് വന്നു കിടന്നു. അന്നേരം പറഞ്ഞു, വിളിച്ചിട്ട് പറഞ്ഞു, ഒരു മോനെ കർത്താവ് തന്നു, സ്വത്രം ഡെലിവറി കഴിഞ്ഞുള്ളൂ, അവൻ ഇടാനൊരു പേര് വേണമെന്ന്. പേര് മാത്രം പോരാ, അതും ഈ പ്രാസമുള്ള പേരാണല്ലോ ഇപ്പോഴത്തെ ഒരു ഭംഗി. മൂത്തൊരു മോനാണ് നോബൽ എന്ന പേര്, രണ്ടാമതൊരു മോളാണ് മേബിൾ എന്ന പേര്. ഒത്തുവരുന്നൊരു പേര് പറയണം. ഞാൻ കേബിളെന്ന് ഇട്ടാക്കാൻ പറഞ്ഞു. പ്രാസ ഒത്തു വരേണ്ടവരെ അർത്ഥം ഒത്തു വരാൻ അങ്ങനെ വേണമെന്നില്ല. പ്രാസ ഉദ്ദേശിച്ചതെങ്കിൽ നോബിൾ, മേബിൾ, കേബിൾ. ഞാൻ ഫോൺ കെട്ടിട്ട് പറഞ്ഞു.
കാരണം ചിലർക്ക് ഈ അർത്ഥമല്ല വിഷയം, പിന്നെന്താ വിളിക്കുമ്പോൾ ഒരു സുഖം വേണം, അത്രേ ഉള്ളൂ. മോശയുടെ പേരങ്ങനെയല്ല. അത് കേൾക്കുമ്പോഴേ ഒരു സ്പാർക്കിംഗ് ഉണ്ട്, അത് കേൾക്കുമ്പോഴേ ഒരു അഗ്നിസ്ഫുലിംഗത്തിന്റെ പ്രകടനമുണ്ട്. അത് പോരാടി പ്രാപിച്ച പേരാണ്. പോരാട്ടത്തിലൂടെ പ്രാപിച്ചതൊന്നും ഒരുത്തനും അപകരിക്കാനാവുകയില്ല, ഒരുത്തനും പിടിച്ചെടുക്കാൻ പറ്റിയില്ല. പോരാടി പ്രാപിച്ചതൊന്നും ഒരുത്തനും നഷ്ടം വരുത്താൻ കഴിയില്ല. അങ്ങനെയാ. തിരിച്ചു ബന്ധത്തിലേക്ക് വരണം. ഒത്തിരി വസ്തുക്കളുണ്ട്. മോശ അവിടെ വളർന്നു, കൊട്ടാരത്തിലെ സകല വിദ്യകളും പഠിച്ചു. ഇതിന് മുമ്പുള്ള സംഭവം ഉണ്ടല്ലോ. മറിയാൻ പറഞ്ഞു, ഞാൻ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളാം, ഒരമ്മയെ കണ്ടുപിടിക്കാം, കൊണ്ടുപോവാം. ഈ അമ്മയ്ക്ക് പ്രതിമാസം പണം കിട്ടി കൊട്ടാരത്തിൽ. അമ്മയുടെ സ്നേഹം കൊണ്ടല്ല, ചില അങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ടല്ല. ഈ പണം കിട്ടാൻ കാരണം ഇത്രയുള്ളൂ. നാളെ അമ്മയും കണക്ക് പറഞ്ഞു വരരുത്. ഞാൻ ഇവരെ നാളെ ഉപയോഗിക്കുമ്പോൾ അക്കൗണ്ടിൽ എൻ്റെ പേര് ചേർക്കണമെന്ന് അമ്മ വന്നാൽ അന്നേരം കർത്താവ് പറയും, വേണ്ട വേണ്ട, നിന്റെ ഓഹരിയല്ല ഞാൻ അന്നേ തന്ന. ഇടയ്ക്കിങ്ങോട്ട് കയറരുത്, ജനത്തിൻ്റെ മുഴുവൻ നായകനായി പോന്നെ. അക്കൗണ്ട് ഒഴിച്ച് പാടില്ല ആരോടും. രക്ഷാനുഭവം പ്രാപിച്ച ശുശ്രൂഷയുള്ള നിനക്ക് ഒറ്റപ്പെട്ടൊരു യാത്ര. അതുകൂടെ അപ്പനും അമ്മയൊക്കെ നോക്കിക്കോണം, പക്ഷേ ഇതിനകത്ത് കയറി വിളയാനുള്ള ഇടവരുത്തരുത്. അവർ കയറി കഴിഞ്ഞാൽ ആകെ നശിപ്പിക്കും. അതിനായി പറഞ്ഞത്. ഇവർ കിട്ടുന്നുണ്ട് ഇതൊക്കെ. നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരുന്ന അല്പം കഴിയുമ്പോൾ ഇവർ ഈ ഡെയിലി വേജസിന് തൊഴിലുറപ്പുകാർ കൂടെ കൂടിയ പോലെ ലാസ്റ്റ് മോശയോട് ഓരോന്ന് പറഞ്ഞ് ഇവര് പ്രശ്നം ഉണ്ടാക്കും. നമ്മള് ഈ പഴയ ജീവിതത്തിന്റെ കണക്ക് പറഞ്ഞ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല പലരും. എൻ്റെ അമ്മ ഞാൻ എന്തെങ്കിലും ഗൗരവത്തിൽ പറഞ്ഞ ഉടനെ പണ്ട് തന്നെ എടുത്തുകൊണ്ട് നടന്ന കഥ പറയും. അപ്പൊ നമ്മുടെ മനസ്സങ്ങലി അമ്മമാരല്ല എങ്ങനെയാണ് നമ്മെ ആശുപത്രി കൊണ്ടുപോയ കഥയും മരുന്ന് തന്ന കഥയും അപ്പൻ 2 ദിവസം താമസിച്ച് വീട്ടിൽ വന്ന കഥയെല്ലാം പറയുമ്പോൾ മനസ്സലിഞ്ഞു. അത് നല്ലതാണ്, മനസ്സലിയൊക്കെ നല്ലതാണ്. പക്ഷേ ഇൻ ദ മിസ്റ്റ് ഓഫ് മിനിസ്ട്രി ശുശ്രൂഷയുടെ മുഖത്തേക്ക് നിന്നെ മാനിക്കേണ്ടതിന്, ഒരു ജനത്തെ മുഴുവൻ പരിപാലിക്കേണ്ടതിന് ഞാൻ നിന്നെ കൊണ്ടുപോകുമ്പോൾ നിനക്കിവിടെ കടപ്പാട് പാടില്ല. അതിനാ നിന്റെ അവസാനത്തെ നാണയങ്ങൾ കൊടുത്തു തീർത്തിട്ട് ഞാൻ ഇവിടെ നിന്നെ അക്കരെ കൊണ്ടുപോകും. അതിനുവേണ്ടിയാ പണം കൃത്യം കൊടുത്തു. ആ രംഗം ഞാൻ മനസ്സിലോർക്കുന്നുണ്ട്. അപ്പൻ വെള്ളത്തിൽ ഒഴുക്കിവിട്ട ശിശുവിനെ കുറിച്ചുള്ള വേദന തിങ്ങുന്ന ഹൃദയത്തോടെ വീട്ടിൽ മടങ്ങിയെത്തി. പുരുഷൻ സാധാരണ അങ്ങനെ പബ്ലിക്കായിട്ട് കരയുന്ന ഒരു സ്ഥിതിയില്ല, അപൂർവ. ദുഃഖം വന്നാൽ ആണുങ്ങൾ അങ്ങ് വിട്ടുപിടിച്ച് കരയില്ല. എന്താ കരയാത്ത? ദുഃഖമില്ലാത്തതുകൊണ്ടല്ല. ചില കാര്യങ്ങൾ പുരുഷന് ചെയ്യാൻ, പബ്ലിക്കായിട്ട് ചെയ്യാൻ ചില പരിമിതികളുണ്ട്. എന്നോട് തന്നെ അടുത്ത സുഹൃത്തുക്കൾ പറയാറുണ്ട്, ഈ ശരീരമൊക്കെ ഒന്ന് നന്നാക്കാൻ രാവിലെ ഇറങ്ങി 10 മിനിറ്റ് ഓടണമെന്നോ. ഓടാനല്ല ബുദ്ധിമുട്ട്, നമ്മൾ ഓടിയാൽ ആളുകൾ നമ്മൾ പുറകെ ഓടും. രണ്ട് വിഷയമുണ്ടെന്ന് ഓർത്തു. ഏതാണ്ട് സംഭവം അവിടെ നടക്കുക. അതെന്താണെന്ന് അറിയാൻ വേണ്ടി പ്രായമുള്ള വീട്ടിൽ രാവിലെ ഓടിക്കഴിഞ്ഞാൽ ആൾക്കാർ ഓടിക്കുകയല്ലേ, ആരാണ്ടവിടെ വീട് കിടക്കുന്നത് എന്താണെന്നറിയാൻ നാട് മുഴുവൻ നമ്മളോട് വരും. അങ്ങനെയാണ്. അതുകൊണ്ടായി കൂടാത്തത്. നമുക്ക് പരസ്യമായിട്ട് ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന പരിമിതിയുണ്ട്, പരസ്യമായി കരയുന്നതിൽ പരിമിതിയുണ്ട്. അത് പുരുഷന്റെ കുറെ പരിമിതിയാണ്, സ്ത്രീക്ക് ഇതൊന്നുമില്ല. നിങ്ങൾ മോശമാണെന്നല്ല പറഞ്ഞു തരുന്നത്, നിങ്ങൾ ഈ കരച്ചിലല്ലേ പിടിച്ചിരിക്കുന്നത്. ചില സ്ത്രീകൾ കരയില്ല, ഈ കരയുന്ന പോലെ ടോൺ ഒപ്പിച്ച് നിൽക്കുക. കരച്ചിലൊന്നും അല്ലത്. കരയുകയെന്ന് കർത്താവിനായാലും തോന്നുന്നില്ല, കൂടിയിരിക്കുന്നെന്ന് തോന്നുന്നില്ല അല്ലേ? ആ, നല്ലോണം കരയുന്നവരുണ്ട്, അവരെല്ലാം കുറ്റം പറഞ്ഞു. നമ്മൾ മെയ്യാമ്മച്ചി അവിടെ ഇരിക്കില്ലേ, പിടിച്ചു നിൽക്കാൻ ത്രാണിയില്ലാതെ അപ്പൻ പൊട്ടിക്കരഞ്ഞു. 90 ദിവസം മുമ്പ് അവൻ മരിച്ചിരുന്നെങ്കിൽ എനിക്ക് ദുഃഖമില്ലായിരുന്നു. ഇന്ന് ഞാനവനെ മെലഞ്ഞ പെട്ടകത്തെ കിടത്തി എൻ്റെ കുഞ്ഞൊഴുകിപ്പോകുമ്പോൾ അവൻ കണ്ണുയർത്തി എന്നെ നോക്കി. കൈവീശാൻ ത്രാണിയില്ലാത്തവൻ അവിടെ ശാന്തനായി കിടന്നുറങ്ങുമ്പോൾ മരണമാണോ ജീവിതമാണോ എന്നറിയാതെ ഒഴുകിപ്പോകുന്ന ഈ കുഞ്ഞിനെ ഒഴുക്കിവിട്ടല്ലോ, ഞാൻ എന്തിനു ജീവിക്കണം? അപ്പൻ്റെ കരച്ചിൽ കണ്ട് അമ്മ പറഞ്ഞു, അങ്ങ് കരയരുത്, അങ്ങോടി കരഞ്ഞാൽ ഞാനൊരു ഭ്രാന്തിയാകും. നമ്പരപ്പെട്ട് പ്രസവിച്ചെനിക്ക് അവൻ്റെ മുഖത്തൊരു മൊത്തം കൊടുക്കാനും കഴിയാതെ അവൻ ഇവിടം വിട്ടുപോയി. പിടിച്ചു നിൽക്കണം. അവസാന നിമിഷം വരെ
പിടിച്ചു നിൽക്കണം. ക്രിസ്തുവിന്റെ നിന്ന ചുമക്കുന്ന, യേശുവിനോടുള്ള സ്നേഹം ചുമക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു വേള പിടിച്ചു നിന്നട്ടെ. സന്തോഷിക്കാൻ ഒരു കാലം അവൻ നിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ആനന്ദിക്കാൻ ഒരു നിമിഷം അവൻ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ആ സന്തോഷമൊത്തുകൊണ്ട് ഇഹലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് നീ ജയപ്രദമായ ക്രിസ്ത്യ ജീവിതം നയിക്കാൻ നമുക്കൊരുങ്ങാം. സ്തോത്രം. ഈ കുഞ്ഞ് വിടുതൽ കിട്ടിയൊന്നും അപ്പനമ്മ അറിഞ്ഞില്ല. പക്ഷേ മിരിയാം ഈ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ചിലപ്പോഴൊക്കെ ഒരു തുയർത്തി കാട്ടി നൈൽ നദിയുടെ തീരം വഴി വരുമ്പോൾ അവന്റെ മുഖത്ത് സ്ഫുരിക്കുന്ന ഒരന്തസ്സുണ്ട്, ഒരഭിമാന ബോധമുണ്ട്. അവൾ വാക്കും ഭാഷകളും കൂടാതെ വിളിച്ചു പറയുക, സൂര്യ, നിനക്കിവനെ ഞാൻ വിട്ടുതരില്ല. ഒഴുകുന്ന നൈൽനദിയിലൊക്കെ വിളിച്ചു പറയുക, നിനക്കിവനെ ഞാൻ വിട്ടുതരികയില്ല. ഒരു നിയമത്തിന്റെ മുമ്പിലും ഇത് ഞങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കയില്ല. ഇത് ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഉത്തരം. 430 വർഷം ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ ഉത്തരവാ. പ്രാർത്ഥിച്ചു പ്രാപിച്ച ഇവരെ ഇത് നിനക്ക് വിട്ടുതരികയില്ല. ജയത്തോടെ നടന്ന് അവൾ ഭവനത്തിലെത്തുമ്പോൾ പുറത്തു കേൾക്കുന്ന കുഞ്ഞിന്റെ കരത്തിൽ കണ്ട് അപ്പനും അമ്മയും ഓടി പുറത്തിറങ്ങി വന്നപ്പോൾ അവൻ ചൂണ്ടിക്കാട്ടി അവൾ പറയുക, ഞാൻ ഇവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു, ഇവന് മോശ എന്ന് പേരിട്ടു. ഇന്നു മുതൽ ഇവൻ നമ്മുടെ ചരിത്രം മാറ്റിയെഴുതുന്നവൻ. ഇന്നു മുതൽ അവൻ നമ്മുടെ ജീവിതത്തിന്റെ ഭാവിയുടെ രൂപരേഖ തയ്യാറാക്കുവാൻ ദൈവത്താൽ കണ്ടവൻ. അനവധി നൂറ്റാണ്ടുകളിലെ തന്റെ ജനത്തിന്റെ കണ്ണീര. അതുകൊണ്ട് ഇവന് തോൽക്കാനേ ആവില്ല. കൊട്ടാരത്തിൽ വളർന്ന മോശ അഭ്യസന കളരിയിൽ പലതും പഠിച്ചു. ആയോധന കലകളും ശാസ്ത്രവും ചരിത്രവും ഒക്കെ പഠിച്ചു. ഒക്കെ നല്ലതാണെങ്കിലും കാര്യത്തോടടുത്തപ്പോൾ അതൊന്നും പ്രയോജനപ്പെട്ടില്ല. ഒരു പ്രയോജനം ഉണ്ടായില്ല. ഒടുവിൽ അവൻ ഈജിപ്തിലെ ദാസന്മാരെ കൊന്നു. ഒടുവിൽ അവന് സ്ഥലം വിട്ടു പോകേണ്ടി വന്നു. ഇപ്പോൾ അവൻ 40 ആണ്ടുകൾ അമ്മാവിയപ്പൻ്റെ ആടുകളെ തെറ്റിക്കിടന്നു പോകുന്നു. അങ്ങനെ 80 കൊല്ലം. ഈ 50 കൊല്ലം കഴിഞ്ഞൊരുത്തന്നെ നമ്മൾ ഹൈസ്കൂളിൽ എടുക്കുമോ? ഇല്ല. നല്ല പ്രയോജനമുണ്ടോ? BTH ഇനി അപ്പച്ചൻ പഠിച്ചെടുത്ത് നേടാനാണ്. അപ്പച്ചൻ ഇനി BTH എടുത്താൽ BTHന് നടക്കടാ പോരുത്. 80 വർഷം. പക്ഷെ കർത്താവിന്റെ വിലയ്ക്ക് ദൈവം മോശയെ വിളിക്കുമ്പോൾ പ്രായം അത്രയായി. 80 വർഷങ്ങൾ വിളിക്കുമ്പോൾ ഒരു പ്രഖ്യാപനം, അല്ലേ മോശെ, എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, നിന്നെ എനിക്ക് വേണം, നിന്നെ ഞാൻ പ്രയോജനപ്പെടുത്താൻ പോവാ, നീ പോയി എൻ്റെ ജനത്തെ അവിടെ നിന്ന് രക്ഷിക്കണം. മോശ എപ്പോഴും ഇനി മുതൽ എൻ്റെ ജീവിതം ഇതായിരിക്കും ഓർത്ത് അങ്ങനെ കഴിയുക. പരിസ്ഥിതിയോട് പൊരുത്തപ്പെട്ടു പോവുക. തമ്പുരാൻ പറഞ്ഞതല്ല നിന്റെ വഴി, നിന്നെ ഞാൻ പ്രയോജനപ്പെടുത്തും. ഒന്നറിഞ്ഞോ, ദൈവം പ്രയോജനപ്പെടുത്താൻ പ്രായം ഒരു തടസ്സമല്ല, ഡയബറ്റീസ് ഉണ്ടെന്നുള്ളൊരു തടസ്സമല്ല, അതിന് പ്രഷർ ഉണ്ടെന്നുള്ളൊരു തടസ്സമല്ല, പണം ഇല്ലെന്നുള്ളൊരു തടസ്സമല്ല, എവിടെയാണ് ഞാൻ നിൽക്കുന്നതെന്നുള്ളൊരു തടസ്സമല്ല. വിളിക്കുന്നവൻ ദൈവമെങ്കിൽ ആശങ്ക വേണ്ട. വിശ്വാസം പെട്ട് നമ്മുടെ എല്ലാം ഉള്ളിൽ വിശ്വാസത്തോടെ വേണം ഈ വചനം കേട്ടിരിക്കാം. മനസ്സിലോ? തമ്പുരാൻ പറഞ്ഞു, വാ. മോശ എടുത്തതായി പറഞ്ഞു, എനിക്കെന്നൊരു പ്രാപ്തിയൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം, ഈ പ്രസംഗ പാഠമൊന്നുമുള്ള ഒരാളല്ല ഞാൻ. പുള്ളി തന്നെ പറയുക, എനിക്ക് നിന്ന വാക്കൊന്നും കിട്ടുകയില്ല. കാരണം ഞാൻ വിൽക്കൻ തടിച്ച നാമുള്ളവനും ആകുന്നു. എന്തായാലും പുള്ളി അത്ര സമ്മതിച്ചില്ല. നമ്മളാണെങ്കിൽ സമ്മതിക്കുമോ? ഇല്ല, സമ്മതിച്ചു. നമ്മളാണെങ്കിൽ പറഞ്ഞേനെ, ഞാൻ ഈ ചെറുപ്പം മുതലേ പള്ളിയിലെ കൊയറ് ലീഡ് ചെയ്യുന്ന ഒരാളായിരുന്നു കർത്താവി. ഡിലേ ഇട്ട് പാടി ഇപ്പൊ ഡിലേ ഇല്ലെങ്കിലും അറിയാതെ ഡിലേ പോലെ വരുന്നല്ല, വിൽക്കല്ല. എക്കോ ഇട്ട് പാടി ഇങ്ങനെ ആയി പോയതാണ്. എക്കോ ഇല്ലെങ്കിലും പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പൊ നമ്മൾ തുടക്കത്തിൽ അങ്ങനെ വന്നേ, ഞങ്ങളുടെ പള്ളിയിൽ ഇങ്ങനെ ആയിരുന്നു. മോശം പറഞ്ഞില്ല, ഈ കൺഫസ്റ്റ് എനിക്ക് കഴിയില്ല. ഒന്നാലോചിച്ച്, ചെങ്കടലും പിളർക്കാൻ, പട്ടാപ്പകൽ അന്ധതമസ് കൊണ്ടുവരാൻ, കുറ്റാക്കൂരിട്ടുകൊണ്ട് ജനത്തെ മുഴുവൻ, ശത്രുവിനെ മുഴുവൻ വലയ്ക്കാൻ ത്രാണിയുള്ള ഒരു ദൈവകൃപ കൊടുത്ത ഇവന്റെ വിക്കൊന്നു മാറാൻ ദൈവം എന്തുകൊണ്ട് കനിഞ്ഞില്ല? അതവിടെ ഇരിക്കട്ടെ. ദൈവം എന്തിനാ വെച്ചേ? അതൊന്നും മാറ്റത്തില്ലായിരുന്നു.
നമ്മളിലാണ് അവൻ്റെ തലയെ പിടിച്ച് നാളികേരം വിളഞ്ഞാണോ നോക്കാൻ 5-6 കൊലുക്കും. ഈ നിമിഷം തന്നെ വിക്ക് മാറട്ടെ, റൈറ്റ് നൗ ഞാൻ കൽപ്പിക്കുന്നു. ഒരു ചവിട്ട് ഒരു മൊഴിയും കൂടെ. അങ്ങനെയുള്ള പരിപാടി ഇപ്പം നടക്കുന്നല്ലേ. ഇതൊന്നും അവിടെ സംഭവിക്കുന്നില്ല, ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. അതവിടെ ഇരിക്കട്ടെ. എന്താ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു? നല്ലൊരു കാര്യം നമ്മൾ പറഞ്ഞു, അതവിടെ വെച്ചേക്കാം, അവിടെ ഇരിക്കട്ടെ, അതവിടെ ഇരിക്കട്ടെ. മോശപ്പെട്ടൊരു വസ്തുവാണെങ്കിൽ പണ്ടേ നമ്മൾ എടുത്ത് വിളപ്പിശാലെ കൊണ്ട് തട്ടിയെന്നെ. ഇവിടെ വെക്കില്ല, പോട്ടെന്ന് വെക്കും. മോശപ്പെട്ടൊരു വസ്തുവാ എങ്കിൽ കളയും, നല്ലതാണെങ്കിൽ പറയും, അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. കർത്താവേ, നീ എന്നെ ശുദ്ധീകരിക്കാനല്ലേ വിളിച്ചത്, പ്രവർത്തിക്കാൻ പ്രസംഗിക്കാനല്ല വിളിച്ചത്. എൻ്റെ ആ ഇലക്ട്രിഷണൽ സ്കില്ലില്ലേ, എൻ്റെ ഹാർമലറ്റിക്കൽ സ്കില്ലില്ലേ, സംസാര പാഠവം, ആ പാഠവത്തിൽ ഇടയ്ക്കിടക്കൊക്കെ കടിഞ്ഞായിടുന്ന ഈ വിക്ക് കൊണ്ട് നീ എന്നെ പരീക്ഷിക്കണമോ? എനിക്കിത് എന്തിനു തന്നു? അമ്പലാൻ പറയും, കുഞ്ഞേ, വിക്ക് നിനക്കൊരു ശാപമാണെന്ന് ആര് പറഞ്ഞു? അത് നിനക്കൊരു അനുഗ്രഹമാണ്. വിക്ക് അനുഗ്രഹമാണോ? വിക്ക് അനുഗ്രഹമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല മകനെ. വിക്ക് നിനക്കൊരനുഗ്രഹമായി, എസ്പെഷ്യലി അയ്യോ, നിനക്കിതൊരു അനുഗ്രഹമാണ് വിക്ക്. അതെങ്ങനെ കർത്താവേ? പറയാം. നിനക്കെങ്ങനെ ഈ വിക്കുണ്ടായത്? ചില ദിവസങ്ങളിലൊക്കെ ഈ കുട്ടികൾ, ചെറിയ കുട്ടികളൊക്കെ കാണാം, ഒരസമയത്ത് ചാടി ഇരുന്നിട്ടിരുന്നങ്ങ് കരയുക. കരഞ്ഞ് 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 കാലും നേരെ നീട്ടി കൈയും നേരെ നീട്ടി ഇവരം കിടക്കും. അപ്പൊ കണ്ടാൽ ഈ ബേസ് ഗിറ്റാർ പോലെ ആവും. പിന്നെ ഇവനെടുത്ത് ഇങ്ങനെ അങ്ങ് വായിച്ചാൽ മതി, ഇങ്ങനെ അതുപോലെ അങ്ങാവും. കരച്ചിൽ നിർത്തും. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓർക്കും, ശവക്കോട്ടയുടെ അടുത്ത് വഴി അങ്ങോട്ട് വന്നപ്പോൾ അവൻ്റെ കൂടെ കൂടിയതാണ്. നമ്മൾ ഇവനെ കൊണ്ട് പ്രാർത്ഥിക്കാൻ പോവാം. പ്രാർത്ഥിച്ചിട്ട് അവസാനം വാസു പറയും, ഇവനെ കർത്താവിന്റെ വിലയ്ക്ക് സമർപ്പിക്കാവോ? ആരെ സമർപ്പിക്കാം? ഇങ്ങനെ ചുമ്മാ കിടന്ന് കരഞ്ഞവനെയൊക്കെ സമർപ്പിച്ചതാ ഇന്ന് നമുക്ക് പറ്റിയ ഗതിയുണ്ട്. ഇനി വേഗം മുഖത്തിനാണോ സമർപ്പിക്കണ്ടേ? ആണോ? അല്ല. എന്തിനാ കുഞ്ഞ് കരഞ്ഞെന്നറിയണ്ടേ? ഇത് പ്രകൃതി അവന് കൊടുത്ത ഒരു സംവിധാനമാണ്. അങ്ങനെ കരയണം ഒരു പ്രായത്തിൽ കുട്ടികൾ. പ്രായമുള്ളവർ കരഞ്ഞാൽ നമ്മൾ ആശുപത്രി കൊണ്ടുപോകണം. കുഞ്ഞാണിങ്ങനെ കരയുന്നെങ്കിൽ ഓർത്തുകൊള്ളാം, അത് അവൻ്റെ ശരീരത്തിൽ ഈ ഓർഗൻസ് എല്ലാം ഒന്ന് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി, കൈയും കാലും ഒക്കെ ഒന്ന് വളരാൻ, അസ്ഥികൾക്കൊക്കെ ഒരു ബലം കിട്ടാൻ പ്രകൃതി വെച്ചിരിക്കുന്ന ഒരു പരിപാടി. ഭയങ്കര വേദനയാണ് കുഞ്ഞിന്. നമ്മുടെ പ്രായമുള്ളവർക്ക് പുതിയ പല്ല് മുളയ്ക്കുമ്പോൾ വേദന വരില്ലേ? ഇതുപോലെ ആ കുഞ്ഞിന്. കുഞ്ഞതിന് കരഞ്ഞതാ. ഇങ്ങനെ കരഞ്ഞു വേണം കുഞ്ഞ് തെളിയാൻ. ചിരിച്ചും കരഞ്ഞും വീണുമൊക്കെ വേണം കുഞ്ഞ് തെളിഞ്ഞു വരാൻ. മോശെ 3 മാസം വരെ പ്രായമാകുന്നതിനിടയ്ക്ക് കരയാൻ നിനക്ക് പറ്റിയില്ല, ചിരിക്കാൻ നിനക്ക് പറ്റിയില്ല. നിന്റെ കരച്ചിലും ചിരിയും ഒക്കെ അപ്പനമ്മ ഇങ്ങനെ അമക്കി വെച്ചപ്പോൾ കണ്ണിലൂടെ ചുണ്ടുകണ്ണീര് പുറത്തു കിനിഞ്ഞിറങ്ങി. നിന്റെ എത്ര കരച്ചിലും എത്ര ചിരിയും ഇങ്ങനെ ഒതുക്കി വെച്ചു. ഇങ്ങനെ നീ വിക്കനായത്. പോകുന്നിടത്തൊക്കെ ഏത് മണ്ഡലത്തിൽ ചെന്നാലും നീ സംഭാഷണം തുടങ്ങുമ്പോഴേ ഈ വിക്ക് നിനക്ക് വരും. എന്തിനെന്നറിയണ്ടേ? വന്ന വഴികൾ നീ മറക്കരുത്. വായ തപ്പിപ്പിടിച്ച അപ്പനെ മറക്കരുത്. കണ്ണിയൊഴുക്കി നിന്ന മിരിയാമിനെ മറക്കരുത്. ജ്യേഷ്ഠനെ മറക്കരുത്. സഹോദരങ്ങളെ മറക്കരുത്. ഈ ജനത്തെ മറക്കാതിരിക്കാൻ ഞാൻ നിനക്ക് നൽകിയിട്ടുള്ള ഈ നിയന്ത്രണമായത്. ഇത് മാറാൻ പോകുന്നില്ല, അതവിടെ ഇരിക്കും. അമ്മച്ചി ചിലതൊന്നും പ്രാർത്ഥിച്ചോ മാറുകയില്ല. അത് ശാപമായിട്ടല്ല, അതൊരു അനുഗ്രഹമാണ്. ഓർത്തിരിക്കാൻ ചില നല്ല അനുഭവങ്ങൾ തമ്പുരാൻ നമ്മളെല്ലാം ജീവിതത്തിൽ തന്നിട്ടുണ്ട്. അത് മാറില്ല, അത് അവിടെ ഇരിക്കും. ഭക്തൻ തിരിച്ചറിയട്ടെ, അത് യേശു എനിക്ക് തന്നതാ. അതെന്റെ ശാപമാണെന്ന് ആര് പറഞ്ഞു? അതെന്റെ അനുഗ്രഹം. അനുഗ്രഹം എന്ന് പറയാൻ കാരണം എന്താ? അവസാനം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മളെ കർത്താവ് ഒരു പാട്ട് പാടും. ഈ പാട്ട് പാടുമ്പോൾ കൂടെ നിന്ന് പാടണമെങ്കിൽ അതുപോലെ പാടുന്നവരല്ലേ കൂടെ നിർത്തുന്നേ? അങ്ങനല്ലേ? കർത്താവ് കൂടെ നിർത്തി പാടിക്കുന്ന ഈ മോശയാ. തിരുവഴുത്ത് പറയുക, മോശയുടെയും കുഞ്ഞാടിൻ്റെയും പാട്ട്. നിസാര വിളിയാണോ മോശ? അല്ല. ഇവിടെ വേണ്ടാത്തവൻ അവിടെ പ്രയോജനപ്പെടും. ഇവിടെ നിരാകരിച്ചവൻ അവിടെ ഉപയോഗിക്കപ്പെടും. ഇവിടെ തള്ളിക്കളഞ്ഞവന് അവിടെ ദൈവം ഒരു അവസരം വെച്ചിട്ടുണ്ട്. തീർച്ചയായും അതിനു വേണ്ടി കാത്തിരിക്കുക. ഇവിടെ മോശ തമ്പുരാനോട് പറഞ്ഞു, നീ വിളിച്ചു ശരി, പക്ഷേ എനിക്ക് വേറൊരു കുഴപ്പമുണ്ട്. സംഭാഷണ ശേഷിയില്ല. ചേട്ടൻ വരും.
കർത്താവ് ശേഷനെ തള്ളിയില്ല. അവൻ ഇരിക്കട്ടെ, ഒരു സ്പോക്സ്മാനായിട്ട് അവൻ വേണം, വക്താവ് അവനാ. നീ അവനോട് പറയണം, അവൻ ജനത്തോട് പറയും. എല്ലാം റെഡി. പോകാൻ നേരം മോശ ചോദിച്ചാൽ പോവാ. പോകാനായി ഞാൻ അങ്ങോട്ട് എന്ന് ഫറവോയോട് സംസാരിക്കുമ്പോൾ ഫറവോ എന്നോട് ചോദിക്കും, ആരാണ് നിന്നെ ഇവിടേക്ക് അയച്ചതെന്ന് അവൻ ചോദിക്കുമ്പോൾ നിന്നെക്കുറിച്ചൊരു വാക്ക് എനിക്ക് അവനോട് പറയാൻ നീ പറഞ്ഞു തരണം. ആരാണ് നീ? നമ്മളാണെ അന്നേരെ കുമ്പനാടോ പുല്ലൂരോ എവിടെയും പോയി ബൈസ്കൂളിലങ്ങ് ചേരുക, വിളിച്ചു എന്ന് പറയും. മോശം കഴിഞ്ഞിട്ട് ആരാണ് നീ എനിക്കറിയണം. അറിവില്ലാത്തവൻ പോയാൽ വേല വിജയിക്കില്ല. എനിക്കറിയണം നീ ആര്. നീ ആര് എന്നതിന് കർത്താവ് കൊടുത്തൊരു മറുപടി, അക്ഷരാർത്ഥ മറുപടി ഞാൻ നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ പോവാം. കർത്താവ് പറഞ്ഞു, അഹൈ അഷർ അഹൈ. എങ്ങനെയാ പറഞ്ഞേ? അഹൈ അഷർ അഹൈ എന്ന് പറയാൻ നോക്കി. അഹൈ അഷർ അഹൈ അർത്ഥം ഞാൻ ആകുന്നവൻ, ഞാൻ ആവുന്നു. എങ്ങനെയാണ്? അഹൈ അഷർ അഹൈ, ഞാൻ ആകുന്നവൻ, ഞാനാകുന്നു. പിന്നെ മോശം ഒന്നും ചോദിച്ചില്ല, എന്നോട് മിണ്ടിയില്ല. ഞാൻ ഒരു 10 മിനിറ്റൊന്നും മനസ്സിലായില്ല. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന എനിക്ക് പിടികിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? എനിക്ക് മനസ്സിലായില്ല. അതെനിക്ക് മനസ്സിലായില്ലെന്ന് പറയാൻ ഞാൻ നിങ്ങളെ അതിൻ്റെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താം. ഞാൻ ഈ ബ്ലസ്കോവളം നടത്തുന്ന സംഘാടകയിൽ പരിചയമില്ല. എൻ്റെ നമ്പർ അവരിലുണ്ട്. ഫീഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല, ഇനി ഇല്ലെന്നും കൂട്ടിക്കോ. ഞാൻ ഈ വഴി അറിയാൻ വേണ്ടി ഇങ്ങോട്ട് വിളിക്കുമ്പോഴേ ചില ആളുകൾ ഇത് ആരാ എന്നാന്നും പറയില്ല, കാര്യം പറഞ്ഞ് തുടങ്ങത്തേ ഉള്ളൂ. അങ്ങനെയുള്ളവരെ കണ്ടിട്ടില്ലേ? എല്ലാം കഴിയുമ്പോൾ നമ്മൾ ചോദിക്കുക ആരാ? അന്നേരം ആ പുള്ളി പറയുന്നത് ഇന്നാരാ. സമയം പോയതും പൈസ പോയതും മിച്ചം. എൻ്റെ നമ്പർ വരെ ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ ഉടനെ വിളിക്കുക. അപ്പോൾ സ്വാഭാവികം പാലിക്കേണ്ട ഒരു പ്രോട്ടോക്കോൾ എന്താ? ഞാൻ ഇന്നടുത്ത് നിന്ന ആളാണ്, ഇന്ന ആളല്ലേ? അതെ, ആ ഇന്നതിനെ ഞാൻ വിളിക്കുന്നത്. ഇതാണ് മനസ്സിലാകാനൊരു വഴിയെങ്കിൽ. ഇവിടുത്തെ പാസ്റ്ററോട് ചോദിക്കുകയാണ്, മനസ്സിലായല്ലോ ആരാ? അത് ഞാനാകുന്നവൻ, ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ പാസ്റ്റർക്ക് എന്തോ മനസ്സിലാവും. എല്ലാം മനസ്സിലാവുമോ? കർത്താവേ, മോശയോട് അങ്ങ് പറയുക, അഹൈ അഷർ അഹൈ അഷർ അഹൈ, ഞാനാകുന്നവൻ, ഞാനാകുന്നു. എന്താ മനസ്സിലായി? മോശവിനൊന്നും മിണ്ടുന്നില്ല, പേടിച്ചു പോവാ. അഹൈ എന്ന പദം ഞാനൊന്ന് വിശദീകരിക്കാൻ നോക്കാം. മോശയ്ക്ക് എന്തുകൊണ്ട് മനസ്സിലായി? അഹൈ എന്ന പദം ഉണ്ടായത് അതിന്റെ റൂട്ട് വേർഡ് ഹയ എന്ന് പറയും. എങ്ങനെയാണ് പറയുക? ഹയ. ഈ ഹയ, അതിൽ നിന്നാണ് യഹോവ എന്ന പദം ഉണ്ടായത്. യഹോവ എന്ന പദത്തിന്റെ അർത്ഥം രക്ഷകനെന്നോ കർത്താവെന്നോ ദൈവമെന്നോ ഒന്നുമല്ല. എൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, ആകുന്നവൻ. എങ്ങനെ എൻ്റെ അർത്ഥം? അതെന്തൊരു അർത്ഥമില്ലാത്ത പേരാ. ദൈവത്തിന് എത്രയോ പേരിടായിരുന്നു. പക്ഷെ ബൈബിളിലെ ദൈവത്തിൻ്റെ പേരെന്താ? ആകുന്നവൻ. കേട്ടാൽ തന്നെ നമുക്ക് തോന്നിച്ചു രക്ഷകൻ എന്നൊക്കെ രണ്ടിന് പേര് അങ്ങനെ ഇട്ടെ, ആകുന്നവൻ. നമ്മുടെ കുഞ്ഞു സ്കൂളിൽ പോയിരിക്കുമ്പോൾ ചോദിക്കുക, നിങ്ങളുടെ ദൈവത്തിൻ്റെ പേര് എന്താ? യഹോവ. അതിൻ്റെ അർത്ഥം എന്താ? ആകുന്നവൻ. കേൾക്കുന്നവർക്ക് മനസ്സിലാവോ? ഇല്ല. പക്ഷെ ഇതിലെ അർത്ഥം നമുക്കൊന്ന് ഗ്രഹിക്കാം. ആകുക അഥവാ ഹയ എന്നതിൻ്റെ ഇംഗ്ലീഷ് രൂപം ഞാൻ നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താം. ഇംഗ്ലീഷിൽ ഇതിന് പറയുന്നത് ബി എന്നാകുന്നു. ബി ഇ ബി. ബി എന്ന് പറഞ്ഞാൽ എന്താ? ആകുക. ഹീബ്രുവിൽ എങ്ങനെ പറയും? ഹയ, അർത്ഥം ആകുക. ഈ ബി ഇ ബി എന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിന് 24 രൂപങ്ങളുണ്ട്. 24 എടുത്ത് പ്രയോഗിക്കാം ഈ ബി എന്ന പ്രയോഗം, അല്ലെങ്കിൽ 24ആയി പ്രയോഗിക്കാം ബി എ. എങ്ങനെയൊക്കെ? ബിയുടെ ഒരു രൂപമാണ് ഈസ്. ഹി ഈസ് എ മെൻ. ഹീസ് എ ഗുഡ് ബോയ്. ഈസ്, വാസ്,
വേർ, വിൽ, ഷാൾ, ought to be, dare to be, have been, has been, had been, will have, shall have. ഇങ്ങനെ 24 രൂപങ്ങൾക്കാണ് ഗ്രാമർ പഠിക്കുന്ന കുട്ടികൾ പറയുന്നത് ഓക്സിലറി വെർബ്. എല്ലാ ഓക്സിലറി വെർബും വന്നിരിക്കുന്ന എവിടുന്ന? BEB. മനസ്സിലാകുന്നു? പണ്ടൊക്കെ ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവന്റെ പ്രയോജനം ഉണ്ടായിരുന്നു. BEക്ക് 24 രൂപങ്ങൾ. ചുരുക്കത്തിൽ എന്താണ്? ഈസ് ഇന്നതാകുന്നു, എന്താണ് വാസ് ഇന്നതായിരുന്നു, എന്താണ് ഹാഡ് ബീൻ അങ്ങനെ ആയിരുന്നിരുന്നു, എന്താണ് വിൽ ഹാവ് അങ്ങനെ ആകും, എന്താണ് ഷാൾ ഞാൻ വരുമ്പോൾ കൊണ്ടുവരാം, നാളെ ആകട്ടെ, ഐ ഷാൽ കം ഞാൻ വരും, വരും, തരും, കൊടുക്കും, ഭക്ഷിക്കും, ഭക്ഷിക്കൂല, വരില്ല, വന്നിരിക്കും, അവിടെ ചെല്ലുമ്പോൾ കാണാം. ചുരുക്കത്തിൽ ക്രിയ ഏത് പ്രയോഗിച്ചാലും 24 ഒരെണ്ണം നിർബന്ധം. ഇതില്ലാതൊരു ക്രിയയും ഉലകത്തിൽ നടക്കുകയില്ല. സകല ക്രിയയ്ക്കും കാരണഭൂതമായ ശബ്ദം ബി, സകല പ്രവൃത്തിക്കും കാരണഭൂതമായ ശബ്ദം ഹയ. അല്ലയോ മോശേ, ഇന്നലെ നീ എന്തൊക്കെ ഇഹത്തിൽ കണ്ടു അതിന്റെ കാരണഭൂതൻ ഞാനായിരുന്നു. അല്ലയോ മോശേ, നീ ഇപ്പോൾ എന്തൊക്കെ അനുഭവിക്കുന്നു അതിന്റെ ആദി കാരണം ഞാനാകുന്നു. അല്ലയോ മോശേ, നാളെ പ്രപഞ്ചം എവിടേക്കൊക്കെ ചലിക്കും ആ കാരണമലത്തിന്റെ മേലാണ് ഞാൻ. അപ്പോൾ മോശേ, ആകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നവൻ ഞാൻ, ഹയാ യഹോവ എന്നാകുന്നു എന്റെ നാമം. ഈ പദത്തിന്റെ ഡെപ്ത് മനസ്സിലായോ? അല്ലെ ചുമ്മാ ഒരു പദമല്ല. അപ്പൊ ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞോണം, യഥാർത്ഥ യഹോവ സാക്ഷികൾ ആരാ? നമ്മളാണ്, അല്ലേ? നമ്മളല്ലേ? ഞാൻ അടുത്തുകൊണ്ട് പറഞ്ഞോടാ, യഥാർത്ഥ കൃപയുടെ സുവിശേഷൻ ഞാനാണ്. ഇന്ത്യ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ട് പോകാൻ പറഞ്ഞു. യഥാർത്ഥ കൃപ എന്താ? ദൈവകൃപയുടെ സുവിശേഷം. നമ്മുടെ ഇപ്പോഴത്തെ വിഷയമല്ല, പോട്ടെ. അപ്പോൾ നമ്മളാണ് യഹോവയുടെ സാക്ഷികൾ, നമ്മളാണ് കൃപയുടെ സുവിശേഷകർ, നമ്മൾ ക്രിസ്തുവിന്റെ അനുഗാമികൾ. യഹോവ ഇതേ അവൻ കരുതും. മോശെ നീ പൊക്കോ. മോശ പോയി. ഇത്രയും തത്വമേ പഠിപ്പിച്ചുള്ളൂ. ഫറവോടെ വീട്ടിലെത്തിയ മോശ മര്യാദയ്ക്ക് കാര്യം പറഞ്ഞു, തെളിവുകളൊക്കെ കൊടുത്തു. ഫറവോയ്ക്ക് ഇത് വേണ്ട. അവന് വേണ്ടെങ്കിൽ മോശെ, ഞാൻ നിന്നെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിൻ്റെ തെളിവായി നമുക്ക് ഈ മിനിസ്ട്രി 10 ആളുകളുടെ മുമ്പിൽ ഒന്ന് പ്രകടമാക്കി തെളിയിച്ചാണ് ഞാൻ നിന്നെ രംഗത്ത് കൊണ്ടുവരാൻ പോകുന്നത്. മോശേ, ഇതൊരു ഇനാഗുറേഷന് ഞാൻ നിന്നെ വിളിക്കുക. ഈ മിനിസ്ട്രി പൊതുവിലൊന്ന് ചെയ്യാൻ, ഒന്ന് തുടക്കം കുറിക്കാൻ. മോശ കർത്താവ് ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിക്കാൻ കൊണ്ടുവന്ന സ്ഥലം എവിടെയെന്നോ? ഈ നൈൽ നദിയുടെ തീരം. നൈൽ നദിയുടെ തീരത്തെത്തിയ മോശയോട് തമ്പുരാൻ പറഞ്ഞു, മകനെ, നൈൽ നദിയെ അടിക്കുക, അതിലെ വെള്ളം രക്തമായി. ഇവിടുന്ന് മോശ തുടങ്ങുന്നത്. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന യേശു വെള്ളത്തെയാണ് തന്റെ ശുശ്രൂഷ ചെയ്തത്. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു ഒരു ബോട്ടിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിലെ വെള്ളത്തിലാണെങ്കിൽ ഒരു നദിയിലെ വെള്ളത്തിലാണ്. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ വെള്ളത്തിന് നിറം ചുവപ്പാക്കി, പഴയ നിയമത്തിന്റെ മധ്യസ്ഥനും ചുവപ്പാക്കി. ഒന്ന് രക്തവും മറ്റൊന്ന് വീഞ്ഞും. ചുരുക്കത്തിൽ ഇവിടെ മോശ വന്നു, നൈൽ നദിയെ അടിച്ചു. നൈൽ നദിയെ അടിച്ചപ്പോൾ വെള്ളം രക്തമായി. എന്തിന്? അറിയുക. എന്തിനാണ് ദൈവം മോശയെ ഇവിടെ കൊണ്ടുവന്നത്? അതിന് കാരണമുണ്ട്. നിന്നെ ഇവിടെ കൊണ്ടുവന്ന് തുടങ്ങേണ്ടതിന്റെ ആവശ്യം. മകനെ, ഇവിടെ നിൽക്കുക. 80 വയസ്സ് പ്രായമുള്ള നിന്നെ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുമ്പോൾ നിന്റെ മനോഹരത്തിലൂടെ പാഞ്ഞു പോകുന്ന ചില നല്ല ഓർമ്മകളുണ്ട്. 80 ആണ്ടുകൾക്ക് മുമ്പ് 3 മാസം പ്രായമുള്ള നിന്നെ ഈ കടവിൽ വെച്ച് ഈ മഹാനദി മുക്കിക്കളയും, ഇവിടെ വെച്ച് നിനക്ക് അന്ത്യം കുറിക്കും
എന്ന് വിധി എഴുതിയ ആ മണ്ഡലത്തിൽ 80 ആണ്ടുകൾക്ക് ശേഷം അധികാരത്തിന്റെ വടിയോടെ നീ അവിടെ നിൽക്കുമ്പോൾ അറിയുക മോശേ, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന പദത്തിന്റെ അർത്ഥം അവൻ നൈവതിയെ അടിച്ചു വെള്ളം വ്യക്തമായി തീർന്നു. പണ്ട് കിട്ടിയത് ഒരു വിടുതൽ, ഇന്ന് കൊടുക്കുന്നത് ഒരു തിരിച്ചടി. ആ തിരിച്ചടി ജാതീയ ദേവന്റെ ഞരമ്പ് പിഴഞ്ഞ് രക്തം വമിച്ച് പുറത്തായപ്പോൾ അറിയുക മിസ്രയീമേ, നിന്റെ ദേശാധിപതിയുടെ വീര്യം തനിത്തകർത്ത് രക്തം വമിപ്പിച്ചുകൊണ്ട് ഇതാ സാക്ഷാൽ ജീവിക്കുന്ന ദൈവത്തിന്റെ മകൻ ഇവിടെ തന്നെ പ്രവൃത്തി വെളിപ്പെടുത്തുകയാണ്. ഞാനാകുന്നവൻ ഞാൻ ആകുന്നു. ദേശാധിപതിയുടെ ഉള്ളമടിച്ചു തകർത്തു, രക്തം പൊടിഞ്ഞു പുറത്തു വന്നു, നൈൽ നദി രക്തമായി. ശുശ്രൂഷയുടെ ഒരു ഘട്ടമാണ് ദേശാധിപതിയെ തകർത്തു, അവന്റെ ബലത്തെ കെടുത്തി, രക്തം പുറത്തു വന്നു. മിസ്രയീമിനെ അത് ബാധിച്ചു. ഇതിനിടയ്ക്ക് ഒത്തിരി സംഭവം ഉണ്ടെങ്കിലും നേരെ ചാടി നമുക്ക് അവസാന ബാധകളിൽ ചിലതിലേക്ക് വരാം. അതിലൊന്ന് പട്ടാപ്പകലുള്ള ഇരുട്ടാണ്. എന്തിനാ ഇരുട്ടെന്നറിയണ്ടേ? ഇരുട്ടാർക്കെതിരെയുള്ള ന്യായവിധി അത് സൂര്യനെതിരെയാണ്. മിസ്രയീം എന്ന ദേവനായ സൂര്യന്റെ കണ്ണടിച്ച് തകർത്ത് ദൈവോത്തരം തെളിയിച്ചു കൊടുക്കുക. ഞാൻ അതിനും കർത്താവാകുന്നു. ഞാൻ കൽപ്പിച്ചിട്ടല്ലാതെ അവൻ തന്റെ കിരണമയക്കയില്ല. ഞാൻ കൽപ്പിച്ചിട്ടല്ലാതെ അവൻ ചൂട് പെയ്തിറക്കയില്ല. അനേക മിസ്രയീമിനെ അതൊരു ദേവനല്ല, അത് ദൈവത്തിന്റെ സൃഷ്ടിയാണ്. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. അവൻ നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കയില്ല. സൂര്യനും കാരണഭൂതനായ സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രൻ ഇതാ ഇവിടെ ഒരു കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കുക. അല്ലയോ ജാതീയ ദേവന്മാരെ, വിശ്വസിച്ചു പോകുന്ന മിസ്രയീമിനെ, നിങ്ങളുടെ ആദ്യത്തെ ദേശാധിപതിയെയും ഒടുക്കത്തെ പരമാധികാരിയെയും തകർത്തുകൊണ്ട് ഇനിയുള്ള ഒറ്റ കാര്യം, ചെങ്കടൽ കടക്കുക. ചെങ്കടലിന്റെ തീരത്ത് വന്നു. ചെങ്കടലിന്റെ തീരത്ത് വന്ന മോശ കരഞ്ഞു. തമ്പുരാൻ മോശയുടെ ദേഹത്തൊക്കെ ഒന്ന് തട്ടിക്കാണും. ഇവർ ഈ അക്കരെ കിടക്കുന്ന ഭാഗം ഭയത്തോടെ നോക്കാൻ നോക്കൂ. കാരണം അങ്ങും ഇങ്ങനെ 2 വലിയ മലകളാണ്, അപ്പുറത്തും. പിന്നാലെ വരുന്നത് ഫറവോയുടെ സേന, തൊട്ടു മുമ്പിൽ സമുദ്രം. ഓടിപ്പോലും കയറാൻ പറ്റില്ല, അത്തരം ചെങ്കുത്തായ മലകളാണ്. അക്കരെ കിടക്കണം ഇസ്രായേൽ മക്കൾക്ക്. മോശ കരഞ്ഞു. തമ്പുരാൻ തട്ടിയിട്ട് ഉള്ളത്തിലിരുന്ന് മന്ത്രിച്ചു കാണും. കുഞ്ഞെ, നീ എന്തിനാ കരയുന്നേ? അപ്പാ, 600,000 ജനം എൻ്റെ കൂടെ, ഒരു വലിയ സേന എൻ്റെ പിന്നിൽ, ചെങ്കുത്തായ 2 മലകൾ, ആർത്തരയ്ക്കുന്ന സമുദ്രം, എൻ്റെ വഴി അടഞ്ഞു. അറിയ സ്നേഹിത, സകല വഴിയും അടയുമ്പോഴും അവനൊരു വഴി കരുതി വെച്ചിട്ടുണ്ട്. അതൊരു പുതിയ വഴിയല്ല. കടലിലൂടെയുള്ള യാത്ര എളുപ്പമല്ല. കടൽ പറ്റിയാലും പൂഴി മണലല്ലേ, ചെളി നിറഞ്ഞ വഴിയല്ലേ. പക്ഷെ ഇവർ അക്കരയിക്കര കടന്ന സ്ഥലത്തെക്കുറിച്ചുള്ള പുരാവസ്തു ഗവേഷണം രസകരം. ഇവർ കടന്നുപോയ അത്രയും ഇടയിൽ ഉറപ്പുള്ള ചെങ്കല്ല് വിരിച്ച പോലെ ഒരു ഹൈവേ പോലുള്ള സ്ഥലം പുരാവസ്തു ഗവേഷകർക്ക് പ്രത്യക്ഷമായി. ഒടിഞ്ഞു തകർന്ന അനവധി ഫറവന്റെ രഥങ്ങളുടെ അവശിഷ്ടങ്ങൾ അവർക്ക് അവിടെ നിന്ന് കിട്ടി എന്ന് പുരാവസ്തു രേഖ. അത്രയും സ്ഥലത്ത് ഒരു ഹൈവേ പോലെ ചെങ്കല്ല് കട്ടി മണ്ണാണ്. അറിയാം, സമുദ്രം വിരിക്കും മുമ്പ് എനിക്ക് വേണ്ടി വഴി വിരിച്ചിട്ടാണ് അതിന്റെ മീതെ പ്രളയം സൃഷ്ടിച്ച ദൈവമെങ്കിൽ ഏത് പ്രളയത്തിനകത്തും എനിക്ക് വേണ്ടി ഒരു വഴി, ആ തലക്കുന്ന സമുദ്രത്തിന്റെ ഉള്ളിലൂടെയും ജയത്തോടെ എന്നെ അക്കരെ നടത്തുവാനുള്ള അവന്റെ വഴി കാണാതെ പോയതാണ് എന്റെ കുറവ്. തമ്പുരാനെ ക്ഷമിക്കണമേ, ഇവിടെയും നിനക്കൊരു വഴിയുണ്ട്. വിശ്വസിച്ചാട്ടെ, ഈ പ്രതിസന്ധിയുടെ മുനമ്പത്ത് എനിക്ക് വേണ്ടി ഒരു വഴി അവൻ കരുതി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ വഴി അക്കരെ കടന്ന മോശയോട് തമ്പുരാൻ ചോദിച്ചു, കുഞ്ഞേ, നീ കരഞ്ഞതിനകത്തൊന്നും അർത്ഥമില്ല. ഇന്ന് ഞാൻ നിന്നോട് ചോദ്യം ചോദിക്കുക. പണ്ട് നിന്റെ പേരെന്തായിരുന്നു? മോശ. എന്താ നിന്റെ പേരിന്റെ അർത്ഥം? വെള്ളത്തിൽ നിന്ന് ഒലിച്ചെടുത്തു. അങ്ങനെ ഇന്ന് വരെ ഈ പേര് കൊണ്ട് നിനക്കേ വിലയുണ്ടായിരുന്നുള്ളൂ. ഇന്നു മുതൽ ഞാൻ നിന്റെ പേര് അന്വർത്ഥമാക്കാൻ പോവാ, അത് ഫലപ്രദമാക്കാൻ പോവുക. ഈ പേരിന് ഞാൻ വില കൽപ്പിക്കുന്നത് ഇന്നു മുതലാ. ഈ പേരിൽ ഇന്നലെ നീ മാത്രമോ നിന്റെ കുടുംബമോ വിലകൽപ്പിച്ചെങ്കിൽ ഇന്ന് ഈ പേരിന് ഞാൻ വിലകൽപ്പിക്കുന്ന ദിവസമാണ്. കാരണം ഇന്നലെ നിന്നെ ഒറ്റയ്ക്കൊരാൾ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തെങ്കിൽ നീ 400,000
ഈ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ പിശാചുക്കൾക്ക് പിടികിട്ടും മോശ ഒരു വ്യക്തിയല്ല, അതൊരു പ്രസ്ഥാനമാണ്. മോശ ഒരു മനുഷ്യനല്ല, അതൊരു വലിയ ചരിത്രമാണ്. മോശ ഒരു വ്യക്തിയല്ല, അതൊരു ജനത്തിന്റെ മുഴുവൻ നിർണായകത്വം വഹിക്കുന്ന ദൈവകൃപയുടെ പേരാണ്. 600,000 ഈ ചെങ്കടലിൽ നിന്ന് വലിച്ചെടുത്തപ്പോൾ ഒരു മോശയുടെ സ്ഥാനത്ത് 600,000 മോശയെ കണ്ട ദേശാധിപതികൾ നടുങ്ങി, മിശ്രയിമെ തകർന്നു. മരണത്തിന്റെ, മന്ത്രവാദത്തിന്റെ, ശവ ആരാധനയുടെ, നൈൽ ആരാധനയുടെ, പ്രകൃതി നമസ്കാരത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് ഒരു പുതുലോകത്തിലേക്കുള്ള യാത്ര. ഒന്നോടി കർത്താവ് പറഞ്ഞോ, തിരിച്ചിനി അങ്ങോട്ട് പോകരുത്. അതിനാ ചെങ്കടലിൽ മുറി കൂടിയത്. അല്ലെങ്കിൽ അതിൽ നടന്നു പോകാനുള്ള വഴി ചെറിയ രീതിയിലെങ്കിലും ഇട്ടേനെ ദൈവം. അക്കരയ്ക്ക് ഇടയ്ക്ക് പോയി ഒരു സന്തോഷത്തിന് നിന്നിട്ടില്ല. ഈ വരും വഴിക്ക് ഒരു സംഭവമുണ്ട്. മിറിയാം മരിച്ചു, ഫറവോ മരിച്ചു, ഫറവോമാരുടെ സേന തന്നെ മരിച്ചു, അഹരോൻ മരിച്ചു. വരും വഴിക്ക് അക്കരെ കിടന്ന നൈൽ നദിയൊക്കെ തോൽപ്പിച്ചു വന്ന ദൈവജനം യോർദാന്റെ ഇക്കരെ ഇന്ന് അമാൻ എന്ന് വിളിക്കുന്ന രാജ്യത്തിന്റെ ഓരം കെട്ടിക്കിടക്കുന്ന മോവാബ് പർവ്വതത്തിന് മീതെ നെബോയുടെ ഉയരങ്ങളിൽ രൂത്തിന്റെ ഒക്കെ നാട്ടിൽ അവിടെ വന്നപ്പോൾ ദൈവപുരുഷനായ മോശ മരിച്ചു. മോശ അവിടെ നിന്ന് വാഗ്ദത്ത ഭൂമി കണ്ടു. ഇത് കണ്ട മോശ തമ്പുരാൻ പറഞ്ഞു, ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും വാഗ്ദത്തം ചെയ്ത ദേശം ഇത് തന്നെ. നീ അങ്ങോട്ട് കടക്കില്ല, നീ ഇവിടെ വെച്ച് മരിക്കും, നീ ഇവിടെ കിടന്നു. അത് കേട്ടാൽ നമുക്കൊരു നിരാശ വരും. തമ്പുരാൻ ഇതെന്തോ പണിയാ കാണിച്ച് അക്കരെ വിടാതെ ഈ മനുഷ്യനെ ഇക്കരെ ഇട്ട് വന്നു. എന്തിനാ ദൈവം അങ്ങനെ ചെയ്തേ? അതിനൊന്നും ഇപ്പോഴും മറുപടി പറയാനും ഞാൻ സമയം എടുക്കുന്നില്ല. കാരണം എല്ലാവരും ധരിച്ചു വെച്ചതുപോലെ മോശയുടെ മരണം ഒരു പരാജയമല്ല, ഒരു തോൽവിയല്ല, അതൊരു ജയമായിരുന്നു. ഈ കരിങ്കരമെന്ന് പറഞ്ഞാൽ അതൊരു ജയമായിരുന്നു എന്ന് നമുക്ക് വലിയ ചിന്തിക്കാം. ബോധ്യമാകുന്നുണ്ടോ കാര്യങ്ങൾ? മോശ എന്ന മനുഷ്യനെ മരിച്ചടക്കിയ സ്ഥലം എവിടെ നിന്ന് വരെ ആരും അറിയുന്നില്ലെന്ന് അന്ന് എഴുതി വെച്ചു. ഇപ്പോഴാണ് ഒട്ടും അറിയുന്നില്ല. ഇന്നൊരു കല്ലറ കാണിച്ചിട്ട് മോശയുടെ എന്നാ പറയുന്നുണ്ട്. ഇതെല്ലാം കള്ളവാണ്. കാരണം ഇന്ന് വരെ ആരും അറിയുന്നില്ലെന്ന് അന്ന് പറഞ്ഞ മനുഷ്യനെ അറിയത്തില്ലെങ്കിൽ ഇന്നലെ ചെന്നാൽ അറിയാൻ പറ്റുമോ? ഇല്ല, ഇന്ന് വരെ അറിയുന്നില്ല. The particular place where Moses buried. എവിടെയാണ് മോശ മരിച്ചടക്കി? മരിച്ചു എന്നുള്ള കാര്യം ഉറപ്പാ, വേറൊന്നും നമുക്ക് ഉറപ്പില്ല. അവരൊരു വിലാപം കഴിച്ചു. യോശുവയുടെ നേതൃത്വത്തിൽ ജനം യോർദാൻ കടന്ന് അങ്ങ് പോയി ശവം ഇവിടെ ഒറ്റയ്ക്ക് അടക്കിയിട്ട് പോയി. പുതിയ നിയമം പരിശോധിച്ചു വരുമ്പോൾ പഴയ നിയമത്തിൽ കാണാത്ത ചില പദപ്രയോഗങ്ങൾ കാണുന്നു. മരണത്തിൻ്റെ അന്ന് അല്ലറ ചില്ലറ വഴക്കുമൊക്കെ ഉണ്ടായി. അതിപ്പോൾ അവിടെ മാത്രമല്ല, ഇവിടെ ഉണ്ടാകത്തെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ മരണ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുന്നത് നാട്ടുകാരല്ല, വീട്ടിലെ അപ്പനോ അമ്മയോ ചേട്ടനോ അനിയനോ അല്ല ഈ വഴക്കുണ്ടാക്കുന്നത്. പിന്നെ എവിടാ? തേവലക്കര കെട്ടിച്ചു വിട്ട പെണ്ണിൻ്റെ ബന്ധത്തിൽപ്പെട്ട ചാച്ചൻ്റെ കൊച്ചപ്പെണ്ണ് അനിയൻ്റെ മക്കൾ വന്നാൽ ഈ അടിയെല്ലാം മേടിക്കുന്നു. അവൻ അവിടുത്തെ വില്ലനാകും. ഇവിടെ ഒന്ന് കളിച്ചാൽ കാര്യം നടക്കുമോ? ഇല്ല, പണിയറിയാൻ നാമ്പിള്ളേരെ നിൽക്കുക. അവന്മാരതിന് മിണ്ടുന്നില്ല. അവന്മാരെല്ലാം പണി കൊടുത്തു കൊടുക്കും. മരണ വീട്ടിലും കല്യാണ വീട്ടിലും വഴക്കുണ്ടാക്കുന്നൊന്നും ആ നാട്ടുകാരുമല്ല, ആ വീട്ടുകാരുമല്ല. ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. അതുപോലെ നീ വന്ന കക്ഷികളാണ്. അവന് എങ്ങനെ അലമ്പാൻ വന്ന മോശയുടെ മരണത്തിൻ്റെ അന്നും ശരിയലോടക്ക് പഴയതിൽ എഴുതിയില്ല, പുതിയ നിയമത്തിൽ എഴുതി. ആ ബഹളം നടന്ന എവിടാ? ആത്മമണ്ഡലത്തിലാ. എന്താ നടന്ന ബഹളം? മോശയുടെ ശരീരത്തിന് വേണ്ടി പിശാചുക്കൾ വാദിച്ചു. ഇതാ പ്രയോഗം. പ്രധാന ദൂതനായ മിഖായേൽ ഇടപെട്ട് യഹോവ നിന്നെ ഭത്സിക്കട്ടെ എന്ന് പിശാചിനോട് പറഞ്ഞു. എന്താ ഇത് പഴയതിൽ എഴുതാഞ്ഞ്? എഴുതാനിന്റെ കാര്യം അവരൊന്നും കണ്ടില്ല. പുതിയ നിയമത്തിൽ ഇത് കണ്ടത്? അതാ പുതിയ നിയമഭക്തന്റെ കണ്ണ്. അവന് കഴിഞ്ഞ കാലം അറിയാം, ഈ കാലം അറിയാം, വരാനിരിക്കുന്ന കാലം അറിയാം.
പഴയ നിയമക്കാരനില്ലായിരുന്നു? ഇല്ലെന്ന് ഉറപ്പ്. പഴയ നിയമഭക്തൻ ഇല്ലാത്തൊരു കൃപ ദൈവം പുതിയ നിയമഭക്തന് കൊടുത്തിട്ടുണ്ട്. അതെന്തെന്നറിയണ്ടേ? ഭൂതങ്ങളുടെ മീതെയുള്ള അധികാരം. പഴയ നിയമത്തിൽ ഏത് വില്ലൻ നോക്കിയിട്ടും ഒരൊറ്റ ഭൂതവും പോയ ചരിത്രമില്ല. ആര് നോക്കിയില്ല, പോയില്ല, പോയിട്ടേയില്ല. പഴയ നിയമത്തിലെങ്ങും ദുരാത്മാക്കൾ വിട്ടുപോയ ചരിത്രമില്ല. മാറി നിന്ന ചരിത്രമുണ്ട്. ദാവീദ് കിന്നരം വായിക്കുമ്പോൾ രാജാവിന്റെ ഭൂതം ഒന്ന് മാറി നിന്നു, പിന്നെയും കയറി ഒരു ഇൻസ്റ്റാൾമെന്റ് പോലെ. ദാവീദ് മാറി നിൽക്കും, ശൗല് വീണ്ടും ഭൂമിലാവും. ദാവീദ് പാട്ട് പാടും, പിശാച് മാറും, വീണ്ടും പനുപോലാവും. ഇങ്ങനെ. എന്നാൽ ഭൂതങ്ങൾ വിട്ടുപോയ ചരിത്രമില്ല. ദുരാത്മാക്കൾ പോയിട്ടേയില്ല. പുതിയ നിയമത്തിൽ തുടക്കത്തിൽ പറയുക, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. എന്റെ കാരണം എന്താ? കാരണം വളരെ എളുപ്പം. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ വന്നു. അതുകൊണ്ടാ നമുക്ക് കീഴടങ്ങി. നമ്മുടെ ഗുണമല്ല, നമ്മുടെ നായകനായവൻ വന്ന് ഭൂതങ്ങളെ പുറത്താക്കാൻ ഇഹത്തിലേക്ക് അവതരിച്ചപ്പോൾ നമുക്കും കിട്ടി ആ കൃപ, നമുക്കും കിട്ടി ആ അധികാരം, നമുക്കും കിട്ടി അവന്റെ ബലത്തെ ചവിട്ടുവാനുള്ള ശക്തി. അപ്പൊ തിരിഞ്ഞിരുന്ന് തിരുവചനം പഠിച്ച് ഗ്രഹിച്ച ഭക്തൻ പറയുക, മോശയുടെ മരണത്തിങ്കൽ അന്ധകാര ശക്തികൾ ഒരു വാഗ്വാദം ആത്മമണ്ഡലത്തിലുണ്ടായി. അത് ഭക്തൻ കണ്ടുപിടിച്ച് രേഖപ്പെടുത്തി വെച്ചു. അപ്പോൾ ദൂതൻ ഇടപെട്ട് പിശാചുക്കളെ ശാസിച്ചു. ഇങ്ങനെ വായിച്ചിട്ടുണ്ടോ? അപ്പൊ കാരണം അറിയണം. അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ മോശയുടെ മരണം ഒത്തിരി ദുരൂഹതകളുടെ മരണമാണ്. ഒന്ന്, ആ സ്ഥലം എവിടെയാണെന്ന് ആരും അറിയുന്നില്ല. രണ്ട്, അത് പിശാചുക്കൾ വാദിച്ചു. മൂന്ന്, അധികം ചർച്ചയോ ബഹളമോ ഒന്നും ഇല്ലാതെ ശാന്തമായി ശവമടക്കി. അവർക്ക് പോലും ഇത് അറിയില്ല, എവിടെയാണെന്ന് അറിയില്ലെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവിടെ നടന്നത്? ഇന്നലെ ഇടയ്ക്ക് ശവം നേരം വെളുക്കുമ്പോൾ ഇത് എവിടെയാണെന്ന് അറിയുന്നില്ല. അതെന്തോ അറിയൂടാ, എന്താ ഇവിടെ സംഭവിച്ചത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത് വലിയ ചർച്ച കൂടാതെ ശവം അടക്കി, പെട്ടെന്ന് അങ്ങ് അടക്കി. അധികം ബഹളമോ ഫ്ലഷ് അടിക്കുന്ന പരിപാടിയോ കാപ്പി കൊടുക്കുന്ന പരിപാടിയോ ഒന്നുമില്ലാതെ പെട്ടെന്ന് തീർക്കാൻ കാരണം ഒരു വിഷയം ഈ മോശയുടെ ശവമടക്ക് ഒരു സങ്കീർണ പ്രശ്നമാക്കി മാറ്റാൻ പലരും ഇഷ്ടപ്പെട്ടിരിക്കണം. എന്നുവെച്ചാൽ 10 രൂപയുടെ ആലോചന ചോദിച്ചു നടക്കാൻ പോകുന്ന കുട്ടിക്കോ നമുക്ക് നടക്കണം. എങ്ങനെ നടക്കണം? മോശയുടെ ശവടക്കിന്റെ കാര്യം ആൾക്കാർ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടത്തിൽ ഏറ്റവും മുതിർന്ന കമ്മിറ്റി അംഗം ഒരപ്പച്ചനെ നേരിട്ട് ചോദിച്ചു, കുഞ്ഞെ നിർത്തിക്ക് ഒരു സംശയം. നിങ്ങൾ എന്തോ ഈ പറയുന്നത്? ശവടക്ക്. ആരാ ശവടക്ക്? മോശയുടെ. അത് മനസ്സിലായി. ഈ മോശ ആരാ? അപ്പൊ തൊട്ടുകൊണ്ടിരുന്ന യുവാവ് ചോദിച്ചു, അപ്പച്ച മോശ ആരാന്നറിയില്ലേ? അതറിയാം. അല്ല, ആരാണെന്നാ നിങ്ങളുടെ വിചാരം? പറഞ്ഞു, മോശ നമ്മുടെ നേതാവ്. ശരി, അതിനപ്പുറത്ത് വല്ല അറിവുണ്ടോ മോശയെക്കുറിച്ച്? ഇല്ല, നമ്മുടെ നേതാവ്, ദൈവത്തിന്റെ മകൻ, ഒക്കെ സമ്മതിച്ചു. അതിനപ്പുറത്ത് വല്ല അറിവും ഇല്ല. എന്നാൽ അപ്പച്ചൻ പറഞ്ഞുതരാം. ആരാ മോശ എന്നറിയാമോ? പോയി ഈജിപ്തിലെ വില്ലേജിലെ രേഖകൾ പരിശോധിക്കുക. രേഖാമൂലമുള്ള കാർഡുകൾ പുറത്തെടുക്കുക. ആധാർ കാർഡിൽ ഒരു അഡ്രസ് കാണാം. ഫറവോയുടെ പുത്രിയുടെ മകൻ. ഇവരറിയോ? രേഖാമൂലം ഈ കിടക്കുന്ന കക്ഷി ആരാ? രാജാവാണ് ഈ കിടക്കുന്നത്. ചുമ്മാ അങ്ങനെ ഇങ്ങനെ ശവടക്കാനൊക്കെയല്ല. രാജാവിനെ ശവമെടുക്കാൻ ഒരു മര്യാദയുണ്ട്. രാജകീയ ശവമടക്ക്. അതിലെ താഴെ വീണ് മരിച്ച ഇസബേലിന്റെ ശവശരീരം അടക്കുമ്പോൾ പറയുന്നില്ലേ, അവൾ രാജകുമാരിയല്ലോ, മര്യാദ കിടക്കണം. പിടിവിക്കും. ഇത് രാജകുമാരനാ, കളിയെടുക്കരുത്. എന്ത് ചെയ്യണം അറിയോ? മോളം കൂടൽ കൊണ്ടുവരാൻ പറയും, മൂക്കിൽ വെക്കാൻ പറയും, രാസവസ്തു ഒഴിക്കാൻ പറയും, ആന്തരിക അവയവങ്ങൾ പിളർന്ന് പുറത്തെടുക്കാൻ പറയും, പിരമിഡ് ഉണ്ടാക്കാൻ പറയും, അവിടെ കിടത്താൻ പറയും. ഇതിനാ ഞാൻ ഈ കഥയില്ലാതെ പറഞ്ഞു. മനസ്സിലായോ? സ്വർണ്ണം വെള്ളി ആവശ്യത്തിന് പോരട്ടെ, ഭരണി നടത്തി ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുവെക്കട്ടെ,
13 ഏക്കറില ഫറവോ കിടക്കുന്നതെങ്കിൽ ഒരു 130 ഏക്കർ നമുക്ക് ഈ മണലാരണ്യത്തിൽ കെട്ടിപ്പൊക്കണം. ഇതിനകം ഒരു പടുകുറ്റൻ കൊട്ടാരമാക്കി മാറ്റണം. ഇതിന്റെ പണിക്ക് വേണ്ടിയും മറ്റും ഇവിടെ തങ്ങുന്ന ഒറ്റ ഒരുത്തൻ വാഗ്ദത്തകനാണ് ചൊല്ലോ അണ്ടൈനായി ശവോടക്ക് തമ്പുരാൻ ഒറ്റ ഒരുത്തനെ ഏൽപ്പിക്കാതെ നേരം വെളുത്തു വന്നപ്പോൾ ശവക്കുഴി എവിടെയെന്ന് പോലും അറിയാതെ ദൂതഗണങ്ങൾ ഇടപെട്ട് പിശാചിനോട് മല്ലുകെട്ടി ജലപ്രദമായൊരു ശവസംസ്കാരം. ദുരൂഹതകളുടെ മണ്ണിലെ ജയപ്രദമായ ശവസംസ്കാരം. ഏകദേശം മനസ്സിലായി? മൊത്തം മനസ്സിലാക്കണമെങ്കിൽ 2-3 മിനിറ്റ് പിടിക്കണം. ഞാൻ ആ ഒരു ഭാഗം അധികം അവിടെ ബന്ധിപ്പിക്കുന്നില്ല. മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സുപ്രധാന വസ്തുത കൂടി ബോധ്യപ്പെടുത്താം. എന്തിനാകണം പിശാചുക്കൾ ഇവിടെ വന്ന് വാദിച്ചത്? എന്താകണം അവയുടെ ഇഷ്ടം? അവരുടെ ഇഷ്ടം ഞാൻ സൂചിപ്പിച്ചു. മിസ്രയീം ശവങ്ങളെ ആരാധിക്കുന്നവന്റെ മണ്ണ്, ശവങ്ങളെ പൂജിക്കുന്നവന്റെ മണ്ണ്, ചിലവേറിയ ശവമടക്കുകൊണ്ട് ജനത്തെ ആകെ സമ്പദ് വ്യവസ്ഥയെ ഊറ്റിക്കളയുന്ന, സമ്പത്തെല്ലാം കൊണ്ട് കല്ലറയ്ക്കുള്ളിൽ വെച്ച് കളയുന്ന പൈശാചികമായ അനവധി ചിന്തകളുടെ താവളം. ഈ സംസ്കാരവും ഈ അറിവും ഈ ബോധ്യമുള്ള ഒരു ജനതീ ചെങ്കടൽക്കടം നിക്കണമെന്നപ്പോഴും അവനെ വിട്ടുപിരിയാതെ ഇവരുടെ ചില ചിന്തകൾ വേട്ടയാടി ഇവിടെ ഇത് കെട്ടിപ്പോക്കി ഇവനെ ഇവിടെ നിർത്തണമെന്ന് ചില ഉള്ളത്തിൽ മനോഹരത്തിൽ പിശാചി തോന്നിപ്പിച്ചപ്പോൾ ദൈവദൂതന്റെ ഇടപെടലുണ്ടായി. അവൻ പിശാചിനെ ശാസിച്ചു, യഹോവ നിന്നെ വത്സിക്കട്ടെ. പിശാച് പിന്നെയും ഈ ശവമടക്കിൽ ഇടപെടാൻ അടുത്ത കാരണം, ഈ മോശ മരിച്ചു കിടക്കുന്ന എങ്ങനെയാന്ന് കിട്ടും? 120 വയസ്സുള്ള മോശയുടെ ശരീരത്തിന്റെ കാന്തി മങ്ങിയില്ല, മുഖം ചുളിഞ്ഞില്ല. ഭംഗിയുള്ള തേജോരൂപിയായി സുമുഖനായി പെട്ടിക്കുള്ളിൽ കിടക്കുന്ന മോശയെ കണ്ട് പിശാചുക്കൾക്ക് അത്ഭുതം. പണ്ടുകൊണ്ട് ഏതൻ പൂങ്കാവനത്തിൽ വെച്ച് മനുഷ്യനെ തോൽപ്പിച്ചു കളഞ്ഞ പിശാച് മനുഷ്യനാണ് പാപത്തിന്റെ പരിണിതഫലമായി കിട്ടിയ ഒരു ശിക്ഷയുണ്ട്, മരണം. ആ മരണത്തിലേക്കുള്ള വഴി നടപ്പ് എളുപ്പമല്ല. വാർദ്ധക്യം മരണത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന വാഹനമാണ്. വാർദ്ധക്യത്തിന്റെ ക്ഷീണം, പ്രായം നമ്മൾ വരുത്തുന്ന മാറ്റം, ഇതൊക്കെ മരണത്തിലേക്ക് നമ്മെ നയിക്കുന്ന ആ വാഹനമാണ്. ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും പ്രായം ഇത്രയും മൂർച്ഛിച്ചിട്ടും അല്ലയോ മോശയെ നിന്റെ മുഖകാന്തി വെക്കാനിരുന്നത്, നിന്റെ ആരോഗ്യം ക്ഷയിക്കാനിരുന്നത്, യൗവനയുക്തനായ ഒരു ചെറുപ്പക്കാരനെ പോലെ നീ കിടക്കുന്നതെന്ത്? പിശാചുക്കൾക്ക് മനസ്സിലാകുന്നില്ല. ഈ മോശ എന്ന മനുഷ്യന്റെ ഈ ശവശരീരത്തിന്റെ പിന്നിലെ ശക്തി ഇതുവരെ സാത്താന്യ ശക്തികൾ കണ്ടത് ടെക്നിക്കുകളുടെ ശക്തിയാണ്. ഫറവോന്റെ ശവശരീരം രാസവസ്തുക്കളിട്ട് പൂശി കൃത്രിമ സൗന്ദര്യം വരുത്തി പ്രഭാപൂരിതമാക്കി മാറ്റി അലങ്കാര വസ്തുക്കൾ പൊതിഞ്ഞ് പെർഫ്യൂം അടിച്ച് അനവധി സംവത്സരങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന വിദ്യ അവർ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവം ഈ ജീവശരീരത്തിൽ അന്ന് കൊടുത്ത ആ കൃപയുടെ ശക്തി എന്തെന്ന് പിശാചുക്കൾക്ക് മനസ്സിലാകുന്നില്ല. അവ വിലവെച്ച് നിൽക്കുമ്പോൾ ദൂതൻ വന്നിട്ട് പറയുക, യഹോവ നിന്നെ വത്സിക്കട്ടെ. ഭക്തനെ നിലനിർത്താൻ ലോകത്താർക്കും അറിയാത്ത പുതിയ വിദ്യകൾ ദൈവത്തിന്റെ പക്കലുണ്ട്. ഇന്ന് പകൽ വചനം കേൾക്കുന്നവരെ നമുക്ക് ആരോഗ്യം പ്രദാനം ചെയ്യാൻ നൂതന വിദ്യകൾ ഇന്ന് യേശുവിന്റെ പക്കലുണ്ട്. ഈ വൈദ്യന്റെ പക്കലുള്ള പോലെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ, ആർക്കും കണ്ടെത്താനാവാത്ത മാരക രോഗങ്ങൾക്കും അവന്റെ പക്കൽ വിടുതലുണ്ട്. വിശ്വാസത്തോടെ അവന്റെ അടുക്കൽ വരിക. 120 വയസ്സുള്ള മോശയുടെ ശരീരത്തിന്റെ കാന്തി വന്നാല്, കണ്ണുകളെ ഒളിവന്നാല് അവരെ അതിനെ പിടിച്ചു നിർത്തിയ, ജയോത്സവത്തോടെ നിലനിർത്തിയ ഒരു ദൈവത്തിന്റെ പദ്ധതി അതൊന്നും നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നു. സ്തോത്രം. ഒടുവിൽ മോശ ഇവിടെ കിടക്കട്ടെ. ഇസ്രായേൽ മക്കൾ അക്കരെ പോയി ഈ ശവകുടീരം തനിച്ചാക്കി. ഇനി ഇവിടെ ഒന്നുമില്ല, ഇവിടേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഉണങ്ങിയ നിലത്തുകൂടി അവർ അക്കരെ കടന്നു. യെരിഹോ തകർത്തു, ബഥേലും ഹായിയും പിടിച്ചു, കർമ്മേൽ മലകൾ താണ്ടി, അടുത്തടുത്ത മണ്ഡലങ്ങൾ പിടിച്ചു. ഒടുവിൽ 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 അവർക്ക് രാജ്യം സ്വായത്തമായി കിട്ടി. മോശ പ്രസംഗിച്ചത് അനർത്ഥമായി തീർന്നു. സ്തോത്രം.
അതുമായി വലിയ ബന്ധമില്ലാത്തൊരു വിഷയം ഓർത്തപ്പോഴൊന്ന് കൂട്ടിച്ചേർക്കാൻ ബാധ്യസ്ഥനാവുന്നു. മോശ മരിച്ചു. 1000 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു സംഭവം ഉണ്ടായി. 1000-ൽ പരം വർഷങ്ങൾക്ക് ശേഷം ഞാനിവിടെ ഒരു കാഴ്ച കാണുകയാണ്. 2 ആളുകൾ മോശ മരിച്ചു കിടക്കുന്ന ഇടത്തേക്ക് വരുന്നു. ആരൊക്കെയാന്ന് നോക്കി? ഏലിയാവും ഏലിശയും. ഏലിയാവ് ഏലിശയെ വിട്ടുപിരിയുന്ന നിമിഷം അവരവിടെ നിന്ന് യാത്രയായി കർമ്മയിൽ നിന്ന് ജെറിക്കോ, ബെഥേലിൽ നിന്ന് ജെറിക്കോ, ജെറിക്കോവിൽ നിന്ന് യോർദാൻ വിട്ടുപിരിയുമ്പോൾ ഏലിശ ഏലിയാവോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഏലിയാവ് ചോദിക്കും, ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം? ഏലിശ പറയുക, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്കെനിക്ക് വേണം. എന്തൊരു വിഡിത്തം ചോദിക്കുന്നേ. 1 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട്, അത് ചോദിച്ചാൽ കൊടുക്കുക. അല്ലെങ്കിൽ ഞാൻ ജാതിയല്ലേ വിട്ടുപിരിയ, കാശ് വേണ്ടല്ലോ തന്നേക്കാം. 2 ലക്ഷം ചോദിച്ചാൽ എവിടെ കൊടുക്കും? ഇരട്ടി. ചോദിക്കേണ്ട കാരണം എന്താ? ഏലിശയ്ക്ക് ഏലിയാവിനടുത്തറിയാം. ധൈര്യശാലി. ആഹാമിന്റെ മുഖത്ത് നോക്കി നീയും നിന്റെ പിതൃഭവനവും എന്ന് കട്ടായം പറഞ്ഞവൻ, വിഗ്രഹാരാധനയ്ക്ക് നേരെ കണ്ണിന നിലപാടെടുത്തവൻ, ബാലിന്റെ പ്രവാചകന്മാരെ വാളിന്റെ വൈത്തലയ്ക്ക് എന്നേക്കും നിഗ്രഹിച്ചവൻ, നിലപാടുള്ള ദൈവത്തിന്റെ ഭൃത്യൻ. പക്ഷെ ഇതേ ദൈവമനുഷ്യനും ആഹാബിന്റെ ഇരുമ്പ് രഥങ്ങൾ തെരുവിലൂടെ കൊണ്ടുവരുമ്പോൾ ഭയരഹിതനായി മാറുന്നത് ഏലിശ കണ്ടിട്ടുണ്ട്. ഇത്രയും കരുത്തുറ്റ ഗുരു ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ഇപ്പോൾ മതി യഹോവയെ അടിയനെ എടുത്തുകൊള്ളണം. അതുകൊണ്ട് അല്ലയോ ഏലിയാവേ, അങ്ങനെ വിട്ടുപിരിയും. ഇന്ന് ആഹാബ് മരിച്ചു. അവന്റെ സ്ഥാനത്ത് പുതിയ ഒരുത്തൻ അധികാരത്തിലേറി. അവൻ ഇരുമ്പ് രഥങ്ങളുടെ എണ്ണം കൂട്ടി. അവൻ ആ കാലാൾപ്പടയുടെ ശക്തി കൂട്ടി. അവൻ വിഗ്രഹാരാധനയുടെ എണ്ണം കൂട്ടി. ദുഷ്ടമാന്ത്രികന്മാരുടെ എണ്ണം കൂട്ടി. ദുർമന്ത്രവാദികളെ പ്രോത്സാഹനം കൊടുത്ത് ശക്തിപ്പെടുത്തി. അതുകൊണ്ട് രാജാവെ അറിയുക, തന്ത്രം മാറ്റിയ ശത്രുവിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഈ ശക്തി പോരാ, ഈ കൃപ പോരാ, നീ എന്നിൽ പകർന്ന ഈ ആത്മപകർച്ച പോരാ. ഈ ശത്രുവിനോട് എതിരിടുവാൻ നിന്റെ ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് എന്റെ മീതെ വ്യാപരിക്കുന്നില്ലെങ്കിൽ എനിക്ക് അതിജീവിക്കാൻ സാധിച്ചില്ല പ്രഭോ. അതുകൊണ്ട് നിന്റെ ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് എന്റെ മീതെ ആവസിക്കണം. ഇതിനാ ചോദിച്ചു. ഒരു പറഞ്ഞു കിട്ടും. എളുപ്പമല്ല മോനെ. ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞെടുക്കപ്പെടുമ്പോ നീ എൻ്റെ അരികിലുണ്ടെങ്കിൽ നിനക്കത് കിട്ടും. അതുകൊണ്ട് നിനക്കിനി വിശ്രമിക്കാൻ നേരമില്ല. നിനക്കിനി സ്വാർത്ഥത്തിന് ചിലവഴിക്കാൻ സമയമില്ല. ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ജീവിതത്തിന്റെ യാതൊരു ആവശ്യകതയ്ക്കും മാറിപ്പോകാതെ ഒരു നിഴൽ പോലെ നീ ഇനി എന്നെ പിൻപറ്റണം. ഏത് നിമിഷവും ആ വിളി ഞാൻ കേൾക്കും. ഏത് നിമിഷവും എന്നെ തിരഞ്ഞെടുക്കാൻ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ ശബ്ദം എന്റെ കർണപുടങ്ങളിൽ വന്നടയ്ക്കും. ഞാൻ ആൾ മാറിയവനെ പോലെ രൂപാന്തര ശരീരിയായി വേർപെട്ടു പോകുന്ന നിമിഷത്തിൽ നീ എന്റെ അരികിലുണ്ടാകണം. കാത്തിരിക്കുന്നവന് മാത്രമേ ഈ കൃപ ഏറ്റെടുക്കാൻ സാധിക്കൂ. ദീർഘക്ഷമയുള്ളവന് മാത്രമേ ഈ കൃപയുടെ സുഖം നുണയാൻ സാധിക്കൂ. നീ നിഴൽ പോലെ എന്നെ പറ്റിയിരിക്കണം. ത്യാഗമനുഷ്ഠിക്കാത്തവന് ഇവിടെ നിലനിൽപ്പില്ല. അവനെ മാത്രം തിരയുന്ന ഒരു മഹാദൈവം ഇന്ന് പകൽ നമ്മുടെ കൂടെ ഉണ്ട്. നീ കൂടെ വേണം. ബാക്കി കുട്ടികളൊക്കെ ഒന്ന് പറഞ്ഞു, ഇന്ന് നമ്മുടെ ഗുരു നമ്മളെ വിട്ടുപിരിയും. മാർക്ക് വലിയ സന്തോഷമായി. അവശേഷിക്കുന്ന കസേര അവർക്ക് കിട്ടുള്ളൂ എന്നുള്ള സന്തോഷത്തിൽ മരുപോവുക. അപ്പോഴൊക്കെ ഏലിശ പറയും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. യഹോവയാണ്, എൻ്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല. പ്രാണനാണ് ഗുരു പകരം ഞാൻ വെച്ചിരിക്കുന്നത്. നിന്റെ കൂടെ വരുമ്പോ പിടഞ്ഞു വീണ് മരിക്കേണ്ടി വന്നാലും ഏലിശ പിന്നോട്ടില്ല ഗുരു. പണ്ടൊരിക്കൽ ഞാൻ വയലിൽ പണിയെടുത്തുകൊണ്ടിരിക്കെ, വണ്ടി കൊണ്ട് ഉഴുതുകൊണ്ടിരിക്കെ, കാളവണ്ടിയെ കൊണ്ട് കാളയ്ക്കൊപ്പം പണിയെടുത്തുകൊണ്ടിരിക്കെ നീ എന്നെ വിളിച്ചപ്പോൾ ഞാൻ തടസ്സം പറഞ്ഞില്ല. ഒന്നും പറയാതെ എനിക്കുള്ളതൊക്കെ നശിപ്പിച്ച് എനിക്കുള്ളതൊക്കെ വിട്ടുകളഞ്ഞ് വീട്ടുകാരോട് യാത്ര ചെയ്ത് അവർക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത് വെറും കയ്യോടെ നിന്റെ പിന്നാലെ ഇറങ്ങിയപ്പോൾ ഞാൻ ഒരിക്കപ്പോഴും പ്രതിഫലം ചോദിച്ചിട്ടില്ല. ഞാൻ നിന്റെ കൂടെ കൂടിയപ്പോൾ എന്റെ ആഗ്രഹം ദൈവത്തിന്റെ പ്രവാചകനായി നിന്റെ കാലശേഷം നീ തികക്കേണ്ട വേല നീ എന്റെ മക്കൾ ഏൽപ്പിക്കുന്നത് നിന്നെ പോലെ തികച്ചെടുക്കണം. ഈ ഒറ്റ ആഗ്രഹം. അതുകൊണ്ട് ഈ കൃപ പോരാ, ഈ ശക്തി പോരാ, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക്
ഈ പ്രാർത്ഥനയിൽ വന്നവരെ നമുക്കിതിനു വേണ്ടി ജാഗരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഓടി പ്രാപിച്ചെടുക്കാൻ ഈ ശക്തി പോരാ, ഈ കൃപ പോരാ. സ്തോത്രം. നിനക്ക് കിട്ടും. എടുക്കപ്പെടുമ്പോൾ നീ കൂടെ വേണം. ഇത്രേ പറഞ്ഞുള്ളൂ. ഇവരെങ്ങോട്ടാ പോകുന്നറിയോ? പണ്ട് ഇസ്രായേൽ മക്കൾ മോശയെ വിട്ട് ശവശരീരം അടക്കി ഇങ്ങോട്ട് വന്ന സ്ഥലത്തേക്ക് ഇതാ രണ്ടാളുകൾ അങ്ങോട്ട് തിരിച്ചു പോവാ. മനസ്സിലാകുമോ? സ്ഥലം പഠിച്ചാലേ മനസ്സിലാവും. യോശുവയുടെ നേതൃത്വത്തിൽ ജനം പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ യോർദാനിൽ പതിഞ്ഞപ്പോൾ യോർദാൻ രണ്ടായി ഇടപിരിഞ്ഞു. ഇസ്രായേൽ മക്കൾ അക്കരെ കടന്നു. യോർദാൻ മുറികൂടി രണ്ടുകൂടി. ചെന്ന് കയറി എരികോ, അവിടുന്ന് കായി, അവിടുന്ന് ബദേൽ, അവിടുന്ന് അങ്ങനെ അങ്ങ് പോവാ. ഇവിടെ പ്രവാചകനും പ്രവാചക ശിഷ്യനും വരുന്നത് നേരെ വരുന്നു ബദേൽ, അവിടുന്ന് വരുന്നു ജെറികോ, അവിടുന്ന് വരുന്നു യോർദാൻ. മറ്റേ കൂട്ടം ഇവിടുന്ന് അങ്ങോട്ട് ചെന്നു യോർദാൻ, അക്കരെ കയറി എരികോ, അക്കരെ ചെന്നു ബദേൽ, അവിടുന്ന് കായി, അങ്ങനെ അങ്ങോട്ട്. അടുത്ത കൂട്ടം ഒന്നുകൂടെ ഞാൻ പറയുന്നു, ദൈവപുരുഷന്മാർ ഗുരു ശിഷ്യനും ഏലിയാവ് ഏലിശയും അവിടെ നിന്ന് വരുന്നു ബദേൽ, ബദേലിൽ നിന്ന് വരുന്നു ജെറികോ, ജെറികോയിൽ നിന്ന് വരുന്നു യോർദാൻ. ബൈബിള് വായിച്ചെങ്കിലേ ഞാനീ പറഞ്ഞ ബോധ്യം വരൂ, അല്ലാത്തവരൊക്കെ എന്നോട് ക്ഷമിക്കണം. ഇക്കരെ വന്നു. കയ്യിലിരുന്ന പുതപ്പ് കൊണ്ട് ഏലിയാവ് യോർദാനെ അടിച്ചു. യോർദാൻ രണ്ടായി വഴിപിരിഞ്ഞു. നടന്ന് രണ്ടാളും അക്കരെ കയറി. 1000 ആണ്ടുകൾക്ക് ശേഷമാണ് ഇതുപോലെ യോർദാൻ രണ്ടായി വഴിപിരിഞ്ഞത്. 1000 വർഷങ്ങൾക്ക് മുമ്പ് പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ യോർദാനെ രണ്ടായി വകഞ്ഞു മാറ്റിയെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിച്ച പ്രവാചകന്റെ മേൽവസ്ത്രം യോർദാനെ രണ്ടാക്കി വകഞ്ഞു മാറ്റി. രണ്ടാളുകളും അക്കരെ കിടന്നു. അക്കരെ കിടന്നപ്പോൾ അജ്ഞമയമായ രഥങ്ങൾ, കുതിരകൾ ദൈവപുരുഷന്റെ മുമ്പിൽ പ്രത്യക്ഷമായി. ഇത് കണ്ട് ഏലിശ അലറിക്കരഞ്ഞു, എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളികളും. അടുത്ത സമയത്ത് ഒരു കാഴ്ച കാണാം. യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിലെടുത്തുകൊണ്ടു. ഏലിയാവിൽ നിന്നൊരു പുതപ്പ് ഏലിശയുടെ മീതെ വീണു. അവൻ മാറോടടുക്കി പിടിച്ചു. അതുകൊണ്ട് വന്ന് യോർദാന്റെ കരയിൽ നിന്ന് യോർദാനെ അടിച്ചു. യോർദാൻ രണ്ടായി വഴിപിരിഞ്ഞു. ഒരു വസ്തു പഠിക്കണം. ചോദിച്ചത് ഇരട്ടി, കിട്ടിയത് ഇരട്ടിയല്ല. ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരം. ഇതാ ദൈവം. ഏലിയാവ് അവസാനം ചെയ്തത് ഏലിശ ആദ്യം ചെയ്തു. ഏലിയാവ് അവസാനം അടിച്ചു യോർദാനെ രണ്ടാക്കി മാറ്റി. ഏലിശ ജീവിതത്തിന്റെ ശുശ്രൂഷയുടെ ആദ്യം യോർദാനെ അടിച്ചു, വെള്ളം രണ്ടാക്കി മാറ്റി. അദ്ദേഹം അക്കരെ പോട്ടെ. എൻ്റെ വിഷയം അതല്ല. നിങ്ങൾ തന്നെ ഓർക്ക് ഈ വിഷയത്തിനിടയ്ക്ക് എന്തിനാ ഏലിയാവ് ഏലിശയും കയറി വന്നേന്? ചെറിയൊരു ആവശ്യമുണ്ട്. ഏലിശ ഞാൻ വിട്ടു, പുള്ളി പൊക്കോട്ടെ. എൻ്റെ വിഷയം അതല്ല. യോർദാൻ വീണ്ടും മുറി കൂടി, അത് ഒഴുകുകയും ചെയ്യട്ടെ. ഏലിയാവ് എടുക്കപ്പെട്ട സ്ഥലത്തിന്റെ ഭൂമിശാസ്ത്രം പരതുക. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. എവിടെ നിന്നാണോ ദൈവപുരുഷനായി ഏലിയാവ് എടുക്കപ്പെട്ടത്, ആ സ്ഥലം ഒന്ന് വട്ടത്തിൽ പരതിയാൽ മനസ്സിലാകും ഇവിടെ എവിടെയോ മോശയുടെ ശവകുടീരമുണ്ട്. ഇവിടെ എവിടെയോ ഉണ്ട്. എവിടാന്നറിയില്ല. അറിയണ്ട. എന്തിനാ ഇങ്ങനെ പറയുന്നത്? ആവശ്യമുണ്ട്. വീണ്ടും ഒരു കാഴ്ച കൂടി. ഏലിയാവ് എടുക്കപ്പെട്ടത് ഒരു ചുഴലിക്കാറ്റ്. പക്ഷെ രഥവും കുതിര ഇവിടെ വന്നു. കാലി അടിച്ചു പോകാനാണോ അത് വന്നത്? ഒക്കെ ഇവിടെ ഉണ്ടെന്ന് കാണിക്കാം. എന്തോ ഒരു ദുരൂഹത വീണ്ടും, പിടിതരാത്തൊരു ദുരൂഹത വീണ്ടും. കർത്താവേ, എന്തിനു വിട്ടു രഥം, എന്തിനു വിട്ടു കുതിരെ, അത്രയും വിട്ടിട്ട് നീ എന്തിന് ചുഴലിക്കാറ്റിൽ ഭക്തനെ എടുത്തു? ഒരു പിടിയും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായോ? വായിച്ചു വരുന്തോറും മനസ്സിലാകാത്തൊരു പുസ്തകമാണ് ബൈബിളിൽ. പിടിതരാത്തൊരു പുസ്തകം, മാറി മാറി നിൽക്കുകയാണ്. ഇതിന്റെ കാരണം തേടി അധികം ദൂരം പോകണ്ട. ഇതിന്റെ കാരണം ഞാൻ കണ്ടുപിടിച്ചു. അവിടുന്ന് 1500 കൊല്ലം. എവിടുന്ന ഏലിയാവ് എടുക്കപ്പെട്ടതെന്ന് 1500 കൊല്ലം. അപ്പോഴേക്ക് കർത്താവായി, യേശുവിൻ്റെ കാലമായി. നമ്മുടെ കർത്താവ് ഒരു ദിവസം
പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെ അരികിൽ പിടിച്ചൊരൊറ്റ പോക്ക്. നോക്കി നിൽക്കുക. അവന്റെ രൂപം മാറി, ഭാവം മാറി. ആ സ്ഥലം നമുക്കറിയാം, മറുരൂപം മല, മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ. ആ ട്രാൻസ്ഫിഗറേഷൻ മൗണ്ടിൽ വന്ന് രൂപാന്തരപ്പെട്ടപ്പോൾ തൊട്ടടുത്ത് രണ്ട് അച്ഛന്മാർ നിൽക്കുന്നു. ആരൊക്കെയാ? ഏലിയാവും മോശയും. നമുക്കൊരു ഇന്റർവ്യൂ നടത്തിക്കളയാം. ഏലിയാവ് വന്ന് എന്നാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാര്യമൊക്കെ ഞങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ, അറിഞ്ഞു. പക്ഷേ ഈ അച്ഛൻ എപ്പോഴാ വന്നേ? എപ്പോഴാ വന്നേന്ന്? എല്ലാ പിടിയും കിട്ടി. എപ്പോഴാ വന്നേന്ന് വല്ലതും മനസ്സിലായി? എപ്പോഴാ വന്നേന്ന്? എപ്പോൾ വന്ന്? താങ്കൾ എപ്പോഴെവിടെ എത്തിയേ? എങ്ങനെ എത്തി? എപ്പോഴെത്തി? ആര് കൊണ്ടുവന്നു? ഇതാ ഞാൻ പറഞ്ഞത്, മോശേ, നിന്റെ മരണം ഒരു ശാപമല്ല, അതൊരു അനുഗ്രഹമാണ്. ഒറ്റ ഭക്തൻ ഇവിടെ വന്ന് നിൽക്കാൻ ധൈര്യം കാട്ടിയില്ല. അബ്രഹാം പാതാള പർദീസയിൽ അവിടെയാ. പക്ഷെ അങ്ങ് ഇവിടെ നിൽക്കുക. യേശുവിന്റെ കൂടെ മറുരൂപ മലയിൽ ഒരിടത്ത് ഏലിയാവ്, ഒരിടത്ത് മോശ, നടുവിൽ ക്രിസ്തു. ഇത് കണ്ട പത്രോസ് പറയുക, ഞാൻ 3 കുടിലുണ്ടാക്കും. ഒന്ന് ഏലിയാവിന്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് നിനക്ക്. പോകരുത്തുണ്ടെന്ന് കേട്ടല്ലോ ഈ മക്കളെ. എന്താ മനസ്സിലായി? ഞാൻ പറഞ്ഞിങ്ങനെ ഉപസംഹരിക്കട്ടെ. ഇന്ന് ഈജിപ്റ്റ് സന്ദർശിക്കുന്ന ആളുകൾക്ക് ഫറവോയുടെ ശവകുടീരവും അതിനകത്തെ മമ്മി ഒക്കെ കാണാൻ സാധിക്കും. മൂടി മാറ്റപ്പെട്ട ഈ മമ്മി ഇന്ന് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് കണ്ടാൽ പണ്ട പെർഫ്യൂമൊക്കെ അടിച്ച് രാസവസ്തുക്കളൊക്കെ ഇട്ട് കോടികൾ ചിലവഴിച്ച് സ്റ്റഫ് ചെയ്ത് വെച്ച ഈ ശരീരം നമ്മൾ ഒന്നേ നോക്കൂ, നോക്കിയിട്ട് ഛർദ്ദിക്കും. നോക്കിപ്പോയല്ലോ. $10 കൊടുക്കണം അത് കാണാൻ. ഒരു 150 രൂപ 700 രൂപ വെറുതെ പോവുകയും ചെയ്തു. ആകപ്പാട് തോന്നിയത് വൊമിറ്റ് ചെയ്യാനൊരു ടെൻഡൻസി തോന്നിയതല്ലാതെ ഒരു ഗുണം ഉണ്ടായില്ല. കോടികൾ ചിലവഴിച്ചവനെ കൊണ്ടുവച്ച നമുക്ക് വന്ന് വൊമിറ്റ് ചെയ്യാനുള്ള ഒരു വല്ലാത്ത മാനസികാവസ്ഥ, ഒരു വല്ലാത്ത ഭീകരത. കറുത്തു കരിവാളിച്ച് ഭംഗി നഷ്ടപ്പെട്ട് പല്ലുകളൊന്തി കൈയുടെ അസ്ഥികൾ തെറിച്ചു നിൽക്കുന്ന വല്ലാത്തൊരു ശവം. ഇത് താനും മമ്മി. മോശേ, താനും ഫറവോയുടെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെട്ടിരുന്നെങ്കിൽ താങ്കൾ ഈ കിടപ്പിതുപോലെ കിടക്കേണ്ടതാണ്. താങ്കളെ കാണാൻ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ കാത്തു നിൽക്കും, എന്നിട്ട് അറപ്പോടെ വെറുപ്പോടെ മാറി നിൽക്കുമായിരുന്നു. പക്ഷെ താങ്കൾ അവിടെ ഇല്ല. തേജോരൂപിയായ ക്രിസ്തുവിനൊപ്പം ആർക്കും അടക്കി വലിപ്പിക്കാൻ കഴിയാത്ത വെണ്മയാർന്ന ചാരുതയാർന്ന വസ്ത്രധാരിയായി യേശു നിൽക്കുന്നതിന്റെ അടിയിൽ ഇതാ താങ്കൾ നിൽക്കുന്നു. ഇതാ ക്രിസ്തുവിന്റെ നിന്ന ചുമന്നപ്പോൾ താങ്കൾക്ക് കിട്ടിയ മഹത്വം. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ വന്നവരെ, ഈ നിന്ന ചുമക്കാൻ ഇന്ന് ആളുകളില്ലാത്തൊരു കാലം. യേശുവേ, അങ്ങയുടെ നിന്ന ചുമക്കുന്നത് എനിക്കൊരു ഭാഗ്യമാണ്. യേശുവേ, അങ്ങയുടെ നിന്ന എന്റെ അഭിമാനമാണ്. വീട് വിട്ട് ഒറ്റയ്ക്ക് അങ്ങയുടെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചത് സങ്കടകരമായ അനവധി മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്നു. പക്ഷേ ഇന്ന് എനിക്കൊരു അഭിമാനം, ഞാൻ ഒറ്റയ്ക്കല്ല, തേജോരൂപിയായ ക്രിസ്തുവിന്റെ അരികിലുണ്ട്. വിട്ടിറങ്ങിയതിനെ ഓർക്കുവാൻ ഒരു നിമിഷം പോലും ഇടവരാതെ അങ്ങനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. എന്റെ അനുഗ്രഹം ലോകത്തിന് ബോധ്യമില്ലെങ്കിലും ഞാൻ അറിയുന്നു എത്ര ഉന്നതമായ നിലയിലാണ് എന്റെ യേശുവിനെ പുലർത്തുന്നത്. നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മെ പുലർത്തുന്ന യേശു എത്ര നല്ലവൻ. ഞാനിങ്ങനെ സംഗ്രഹിക്കട്ടെ. മിസ്രയീമിലെ നിക്ഷേപം എന്നൊന്ന് നമുക്ക് മനസ്സിലായി. ഈ പറയപ്പെട്ടതൊക്കെ നിക്ഷേപമാണ്. അതെല്ലാം വെച്ചിരിക്കുന്നത് ശവക്കോട്ടയ്ക്കകത്താണ്. കോടികൾ വിലമതിക്കുന്ന പവിഴമുത്തുകൾ, രത്നക്കണികൾ, അതിൽ നിന്ന് വെട്ടിയെടുത്ത വിവിധതരം രത്നങ്ങൾ, കണ്ണഞ്ചിപ്പിക്കുന്ന പ്രഭ പരതുന്ന ഈ മനോഹര രത്നങ്ങളുടെയൊക്കെ സമാഹാരം ഇതിനകത്തുണ്ട്. മുമ്പ് 3 പേരുടെ കഥ പറഞ്ഞ് നമ്മൾ തുടങ്ങി. ഓർമ്മയുണ്ടോ? 3 പേരും തട്ടിപ്പോയ കഥ ഓർക്കുന്നുണ്ടോ? അടുത്തൊരു ടീം വീണ്ടും ഈ ഗുഹയ്ക്കകത്ത് കടന്നു. വിലമതിക്കാനാവാത്ത രത്നം, സ്വർണം, വിവിധ തരത്തിലെ പട്ടുവസ്ത്രങ്ങൾ ഇവയൊക്കെ ശേഖരിച്ചെടുത്തു. അവരിതെല്ലാം പായ്ക്ക് ചെയ്ത് കപ്പലിൽ നിറച്ച് ബ്രിട്ടനിലേക്ക് പോവാ. വിലമതിക്കാനാവാത്ത സ്വർണ്ണ നിക്ഷേപം, കോഹിനൂർ രത്നങ്ങളെക്കാൾ വെല്ലുന്ന മിസ്രയീമ്യ രത്നം,
ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മിസ്രയീമിൽ നിക്ഷേപം ശേഖരിച്ചു വെച്ച ഈ കപ്പൽ ബ്രിട്ടനെ ലക്ഷ്യമിട്ട് യാത്ര ചെയ്ത് പോകുന്ന പോക്കിൽ കപ്പൽ ഒരു മഞ്ഞുമലയിൽ ഇടിച്ചു തകർന്നു. ഇന്ന് വരെ അതിന്റെ അവശിഷ്ടവും പോലും വിട്ടിട്ടില്ല. അതിന്റെ പേരാണ് ടൈറ്റാനിക്. ചുരുക്കത്തിൽ മിസ്രയീം വീണ്ടും ദുരൂഹതകളുടെ മണ്ണ്, മാന്ത്രിക ശക്തികളുടെ മണ്ണ്, ദുരാത്മാക്കളുടെ മണ്ണ്, അനീതിയുടെയും അശുദ്ധിയുടെയും ആത്മാക്കളുടെ മണ്ണ്. ഈ മണ്ണിലേക്ക് തിരിച്ചു പോകാൻ ഇടവരാത്ത വിധത്തിൽ ജയമെടുത്ത് ഇക്കര കടക്കാൻ ഇസ്രായേൽ മക്കളെ ദൈവം ശബ്ദം കെട്ടിയ ഓർമ്മപ്പെടുത്തലുകൾ എബ്രായ ലേഖനക്കാരൻ ഉദ്ധരിച്ചിട്ട് ഈ ലേഖനത്തിന്റെ സാരാംശം പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കണം. വിശ്വാസത്താൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളെ പിന്മാറ്റത്തിലേക്ക് നടത്തിക്കൊണ്ടുപോകാൻ ദുരാത്മാക്കൾ പ്രവർത്തിച്ചപ്പോൾ അവർക്കെതിരെ മുന്നറിയിപ്പ് നൽകുവാൻ എഴുതുന്ന ലേഖനമാണ് എബ്രായർക്കെഴുതിയ ലേഖനം. ഈ ലേഖനത്തിലൂടെ പൂർവന്മാർക്ക് പിണഞ്ഞ അബദ്ധവും യേശുവോട് ചേർന്നവർക്ക് കിട്ടിയ അതിശക്തമായ ജീവിതത്തിന്റെ വിടുതലുകളും എഴുതി വരും വഴിക്ക് ദൈവപുരുഷൻ പറയുക, മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ അവർ വിലമതിച്ചത് ക്രിസ്തുയേശുവിന്റെ നിന്നയ്ക്ക്. സ്തോത്രം. ഒന്നുകൂടി പറയട്ടെ, ഓർമ്മ വന്നുകൊണ്ട് ദൈവമോടയച്ച വിടുതൽ എത്ര ശക്തമായിരുന്നു. ദൈവം ഒരുവനെ വിടുവിച്ചാൽ ആ മണ്ഡലത്തിൽ ആ വിടുതലിന് ശക്തി വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. അതൊന്ന് വ്യക്തമാക്കണം. നമ്മുടെ കർത്താവ് വളരെ ബാല്യത്തിൽ കുഞ്ഞായിരിക്കും നമ്മുടെ ഹെരോദാവ് ഉത്തരവിട്ടു കൊച്ചു കുഞ്ഞുങ്ങളെ കൊന്നുകളയാണ്. രക്ഷവിട്ടത് ആരെയാ? യേശുവിനെയാണ്. യേശുവിനെ കൊല്ലാൻ ഉത്തരവിട്ട ഹെരോദയുടെ മനോമുഖരത്തിൽ ഉരുത്തിരിഞ്ഞത് രക്ഷകനായി പിറവികൊണ്ട മശീദയുടെ അന്ത്യം അത് കുറിക്കാനാണ് ഉത്തരവിട്ടത്. അല്ലയോ ഹെരോദ, ഈ ഉത്തരവ് ഞങ്ങൾക്ക് പുതുമയല്ല. അല്ലയോ ഹെരോദ, വധഭീഷണി ഞങ്ങൾക്ക് പുതുമയല്ല. ഞങ്ങൾ ഉരുത്തിരിഞ്ഞത് ഇത്തരം ഭീഷണിക്ക് നടുവിലാണ്. 600,000 വരുന്ന ജനത ഇസ്രായേൽ മക്കളെ ഇക്കരെ കൊണ്ടുവരുന്ന കാലങ്ങൾക്കപ്പുറത്ത് അക്കരെ ഇതുപോലെ ഉത്തരവിട്ടിരുന്നു. ആരാ? ഫറവോ. 2500 ആണ്ടുകൾക്കപ്പുറത്ത് ഇട്ടിരുന്ന ഉത്തരവാണ് കൊച്ചു കുഞ്ഞുങ്ങളെ കൊന്നുകളയണം. പക്ഷെ അവിടെയും ദൈവദൂത ഗണങ്ങളുടെ സമ്പർക്കം ഒരു മോശയെ ഒളിപ്പിച്ചു വെച്ചു. അസാധാരണത്തിന്റെ വൈഭവം കൊണ്ട് ദൂതഗണങ്ങളുടെ സംരക്ഷിത വലയത്തിനുള്ളിൽ മോശ സൂക്ഷിക്കപ്പെട്ടു. ഒരു കാര്യം അറിഞ്ഞു, ക്രിസ്തുവിനെതിരെ, യേശുവിനെതിരെ നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് ഹെരോദ ഉത്തരവിടുമ്പോൾ യോസഫിനോട് ദൂതൻ പറയുക, മകനെ, നീ ശിശുവിനെ എടുത്തിട്ട് മലയോടുകൂടെ പോകാൻ ഞാൻ നിനക്കൊരു സ്ഥലം കാട്ടിത്തരാം. ഏതാ സ്ഥലം? മിസ്രയീം. ഏതാ മിസ്രയീം? അവിടെ അല്ലേ പണ്ട് ഇതുപോലെ ഉത്തരവിട്ടത് ഫറവോ കൊച്ചു കുഞ്ഞുങ്ങളെ കൊല്ലാൻ. എന്തിനാ ആ സ്ഥലത്ത് തന്നെ ദൈവം യേശുവിനെ വിട്ടെന്നറിയണ്ടേ? അല്ലയോ ഫറവോ, ഒരിക്കൽ ഞാൻ നിലമ്പരയിലാക്കിയ ശത്രുവില്ലേ, അവൻ ഇനിയും വിളയാടാൻ വന്നാൽ അന്ന് ഞാൻ അവിടെ വെച്ച ആ പരിരക്ഷ ഇന്നും തുടിക്കുന്നുണ്ടെന്ന് ഓർത്തുകൊള്ളണം. ഇന്നലെ എന്റെ വീട്ടിൽ വ്യാപരിച്ച ദൈവകരുടെ അളവ് ഇനിയും ചോരാതെ, എന്റെ ജീവിതത്തിൽ ഇപ്പോൾ വ്യാപരിച്ച ദൈവകരുടെ ശക്തി ഇനിയും ചോരാതെ ഇപ്പോഴും സംരക്ഷിക്കുന്ന ദൈവം ഇന്നലകളിൽ എനിക്ക് വരാൻ വിതച്ച മണ്ഡലത്തിൽ ഒരിക്കൽ രക്ഷയുള്ള ശക്തി ഇന്ന് മുതൽ കണ്ട് ആസ്വദിച്ചു കൊള്ളണം. എന്റെ ദൈവത്തെ ശ്രേഷ്ഠനാണെന്ന് അറിഞ്ഞുകൊള്ളണം. ഇങ്ങനെ മോശയ്ക്ക് മരണം വിധിയെഴുതിയിരുത്ത ഇന്ന് യേശുവിനെ രക്ഷ വെച്ച ദൈവം പകരം പറയുക, മിസ്രയീമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു വരുത്തി എന്നെഴുതിയ തിരുവെഴുത്ത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. അറിയ പ്രിയരെ, ഒരിക്കൽ മരണം വിളയാടിയിടത്ത് ഇന്ന് ജീവൻ തുടിക്കുന്നു. ഒരിക്കൽ ശവങ്ങളെ പൂജിച്ചിടത്ത് ഇന്ന് രക്ഷയുടെ സന്തോഷം അലതല്ലുന്നു. ഒരിക്കൽ മനുഷ്യനെ കൊന്നൊടുക്കാൻ ഉത്തരവിട്ട മണ്ഡലത്തിൽ ഇന്ന് ജീവന്റെ തുടിപ്പുകൾ പ്രകടമാകുന്നു. ഇതാണ് ക്രിസ്തുവിന്റെ നിന്നയുടെ ശ്രേഷ്ഠത. ആ ശ്രേഷ്ഠതയ്ക്ക് മുമ്പിൽ നമുക്കൊരു വേള കണ്ണുകളടയ്ക്കാം. എല്ലാ ഹൃദയങ്ങളും ഏകാഗ്രമാക്കാം. ആ ശ്രേഷ്ഠത എന്റെ അതിജീവനത്തിന്റെ കരുത്താണ്. ആ ശ്രേഷ്ഠത
എൻ്റെ വിജയത്തിൻ്റെ സംഗീതമാണ്. ആ ശ്രേഷ്ഠത എൻ്റെ ആനന്ദത്തിൻ്റെ ആകത്തുകയാണ്. പ്രിയ സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾക്കിടയിൽ ഈ വചനത്തിൻ്റെ പൊരുൾ മറവുകളായി ബോധ്യം വന്ന എത്ര ആളുകളുണ്ട്? ക്രിസ്തുവിൻ്റെ നിന്നയുടെ ഈ ശ്രേഷ്ഠവിധാനം എന്നിക്കൊണ്ട് ഒരു ജയജീവിതത്തിൽ തുനിയാൻ ഈ പകൽ സന്ദേശം ഹിതമാകട്ടെ. അത്തരം ഒരു സമർപ്പണത്തിന് നമുക്കൊരുങ്ങുകയും ഉണരുകയും ജാഗരിക്കുകയും ചെയ്യാം ഈ വചനങ്ങൾ കൊണ്ട്.